നമസ്തേ പുത്തൻപിള്ളിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനു സൂരജ്. നമസ്തേ, ഞാൻ പ്രദീപ് പിള്ള. ഒരിടവേളയ്ക്ക് ശേഷം ഈ പുത്തൻപിള്ളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ന് ആരായിരിക്കും എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രദീപ് കൂടി ജോയിൻ ചെയ്യുന്ന പുത്തൻപിള്ളിയാണ്. നമുക്ക് പ്രധാന വാർത്തകൾക്ക് ശേഷം വിശദമായ റിപ്പോർട്ടുകളിലേക്ക് എത്താം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. പീഡന പരാതിയിൽ നടപടിക്കൊരുങ്ങി നിവിൻ പോളി. എഫ്ഐആറിന്റെ പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടി. കേസിന് പിന്നിൽ ഗൂഢാലോചനയെന്നും വാദം. സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. ആഷിഖ് അബു, റിമ കല്ലിങ്കൽ എന്നിവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട യുവമോർച്ച. ഫ്ളാറ്റിൽ പെൺകുട്ടികളെ ലഹരി മരുന്നിന് അടിമപ്പെടുത്തി ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കുന്നുവെന്ന വെളിപ്പെടുത്തലിൽ കൊച്ചി കമ്മീഷണർക്ക് പരാതി. ആഭ്യന്തര വകുപ്പിനെതിരായ PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ P ജയരാജൻ എന്ന് വിലയിരുത്തൽ. നീക്കം പഴയ എതിരാളിയായ P ശശിയെ ലക്ഷ്യം വെച്ചെന്നും വിമർശനം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ പുറത്താക്കിയതിൽ വിയോജിപ്പുമായി CPM ബ്രാഞ്ച് സമ്മേളനങ്ങൾ. മാസങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യത്തിൽ സ്വീകരിച്ചത് തെറ്റായ നടപടിയെന്ന് വിമർശനം. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന്. ആരോപണങ്ങളിൽ PV അൻവർ ഇന്ന് CPM-ന് പരാതി നൽകും. MV ഗോവിന്ദനുമായി ഇന്ന് കൂടിക്കാഴ്ച. ഓണത്തിനും ശമ്പളം മുടങ്ങുന്ന അവസ്ഥയിൽ KSRTC ജീവനക്കാർ. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ കുടിശ്ശികയാക്കി സർക്കാർ. പ്രതിസന്ധിയിലായി തൊഴിലാളികൾ. പാപ്പനംകോട്ടെ ഇൻഷുറൻസ് ഓഫീസിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം ആരുടേതെന്ന് ഉറപ്പിക്കാൻ പോലീസ്. DNA സാമ്പിളുകൾ ശേഖരിക്കും. കൊല്ലപ്പെട്ട വൈഷ്ണയുടെ സുഹൃത്ത് ബിനുവിന്റെ മൃതദേഹമെന്ന നിഗമനത്തിൽ പോലീസ്. ധാരാളം വാർത്തകളുണ്ട് അല്ലേ? പക്ഷേ പലരും എടുക്കാൻ മടിച്ച, അല്ലെങ്കിൽ പലരും അഡ്രസ് ചെയ്യാൻ മടിച്ച വിഷയങ്ങൾ, അതുപോലെ ഒരുപക്ഷെ മുക്കാനോ മറയ്ക്കാനോ ശ്രമിച്ച ചില വാർത്തകളാണ്. ഇന്നലെ ജനം ഡിബേറ്റ് ചർച്ച ചെയ്തതും ഇതാണ്. ലഹരി പാർട്ടി വാർത്തയല്ലേ, ബ്രേക്കിംഗ് ന്യൂസ് അല്ലേ എന്ന്, അല്ലെങ്കിൽ ആ ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾ മടിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ്. ഇന്നലെ വളരെ സജീവമായിരുന്നു എല്ലാ പ്രേക്ഷകരും ആ സമയത്ത്. യൂട്യൂബ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന അന്ന് മുതൽ ആ റിപ്പോർട്ടിൽ വ്യക്തമായി ഈ പരാതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഇത് എന്തുകൊണ്ട് പരാമർശിക്കപ്പെട്ടില്ല എന്നുള്ള ചോദ്യം വലിയ രീതിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പേട്ട പരാതികൾ മാത്രം മതിയോ? അതോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുമ്പിൽ ചർച്ച ചെയ്യേണ്ടതല്ലേ, ഏറ്റവും പ്രധാനമായും എടുക്കേണ്ട ഒരു വിഷയം, പരിശോധിക്കേണ്ട വിഷയമല്ലേ ഈ സെറ്റുകളിൽ ധാരാളമായി ലഹരി എത്തുന്നു എന്ന വെളിപ്പെടുത്തൽ? അതോടൊപ്പം തന്നെ ഈ ലഹരി പാർട്ടികൾ പലയിടത്തും മലയാള സിനിമയെ അടക്കി വാഴുന്നത് ആര് എന്ന ചോദ്യം. ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരാതികൾ ഉണ്ടായിട്ടുണ്ട്, അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു അറസ്റ്റ്, ആ പ്രത്യക്ഷത്തിൽ അറസ്റ്റിലായ 1-2 പേരൊഴികെ പിന്നെ ആ അന്വേഷണങ്ങൾ എങ്ങും എത്തിയില്ല. ഇതേ ചൊല്ലി ധാരാളം ആരോപണങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും, ഉന്നത രാഷ്ട്രീയ ബന്ധം പോലും ആരോപിക്കപ്പെട്ടുവെങ്കിലും അന്വേഷണം സ്വാഭാവികമായിട്ടും അവിടെ നിലയ്ക്കുകയായിരുന്നു. 1. 2, ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പല മാധ്യമങ്ങളും ധൈര്യം കാണിക്കുന്നില്ല. അതല്ലെങ്കിൽ ഇതിനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നരേറ്റീവ് ഉണ്ട്. അതായത് ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ആർക്കെതിരെയാണോ ആരോപണം, അത് ആരുമായിക്കോട്ടെ, അത് നടനാവട്ടെ സംവിധായകനാകട്ടെ, അയാളുടെ പടം വെച്ച് വാർത്തന് കൊടുക്കുന്നു. പീഡന പരാതി, അവിടെ തീരുന്നു. എന്താണ് ആ പരാതിക്ക് പിന്നിൽ? ആരാണ് പരാതിക്കാരി? എന്തിനു വേണ്ടി പരാതി നൽകി? അതിന് പിന്നിൽ യാഥാർത്ഥ്യമുണ്ടോ? അതിൻ്റെ ക്രെഡിബിലിറ്റി എത്രയുണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടുന്നേയില്ല. തിരിച്ച് വർഷങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷം ഏതെങ്കിലും കോടതി കൃത്യമായി സത്യം കണ്ടെത്തി പുറത്തു വരുമ്പോഴേക്കും ഈ പറയുന്ന ആരോപിതൻ, അദ്ദേഹത്തിൻ്റെ മാനവും കുടുംബവും ജീവിതവും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കാം. അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നൽകുന്നൊരു ലേബലുണ്ട്, സ്ത്രീ വിരുദ്ധൻ അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധ എന്നുള്ളത്. അവശ്യം തന്നെയായിരുന്നു ഇത്തരം നിയമങ്ങൾ. ഇരകൾക്ക് അനുകൂലമായി തന്നെ ആവണം, ഇരകൾക്കായിരിക്കണം എല്ലാ അവകാശ സംരക്ഷണവും. പക്ഷേ ഇരയാണോ എന്നുകൂടി കണ്ടെത്തണം. അതിൽ സത്യസന്ധതയുടെ ഒരു അംശം കൂടിയുണ്ട്. അത് തന്നെയാണ് ജനൻ TV ധൈര്യമായി കാര്യം ചർച്ച ചെയ്യാൻ പുറപ്പെട്ടത്. ഇന്നലെ രോഹിണി മഹേഷ് നയിച്ച
ചർച്ചയെക്കുറിച്ച് വളരെ വളരെ മികച്ച അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ പുതിയത് എന്തുണ്ട്, ഈ കാര്യത്തിൽ ഡെവലപ്മെന്റ്സ് എന്തുണ്ട്, ഇതിന്റെയൊക്കെ പിന്നാലെ തന്നെ ഉണ്ടാവും. ഇമ്മാതിരി ഓലപ്പാമ്പ് ഒന്നും കാട്ടി പേടിപ്പിക്കേണ്ട, നമുക്ക് നോക്കാം. തീർച്ചയായും നമ്മൾ തലക്കെട്ടിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ആഷിഖ് അബു, റിമ കല്ലിങ്കൽ എന്നിവരാണല്ലോ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ളത്. അവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് യുവമോർച്ചയും. ഇവരുടെ ഫ്ളാറ്റിൽ പെൺകുട്ടികളെ ലഹരി മരുന്നിന് അടിമപ്പെടുത്തി ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കുന്നുവെന്ന ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തൽ നമ്മൾ കണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ യുവമോർച്ച കൊച്ചി സിറ്റി കമ്മീഷണർക്കാണ് പരാതി നൽകിയിരിക്കുന്നതും. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിനെതിരെ ഹിമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ പരാതികളില്ലെന്ന കാരണത്താൽ പോലീസ് എന്തുകൊണ്ടാണ് ഇത് അന്വേഷിക്കാത്തത് എന്നുള്ള ചോദ്യം ഈ ഒരു സാഹചര്യത്തിലാണ് യുവമോർച്ച തന്നെ നേരിട്ട് രംഗത്തെത്തിയത് എന്നതും ശ്രദ്ധേയം. എന്തായാലും ഇതെങ്ങോട്ട് പോകും, ഈ പരാതി എങ്ങനെ പോലീസ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണണം. വളരെ വിചിത്രമായ ചില വാദങ്ങളും നിലപാടുകളുമാണ്. ചില പരാതികളിന്മേൽ ഉടൻ കേസ് അന്വേഷണം, ചില പരാതികൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇപ്പോൾ തന്നെ വലിയ വാർത്തയായത് എന്താണ്, സുചിത്രയ്ക്കെതിരെ റിമ കല്ലിങ്കൽ പരാതി കൊടുത്തു പ്രത്യേക അന്വേഷണ സംഘത്തിന്. അത് വലിയ വാർത്തയായിരുന്നു. ആ ആരോപണത്തിൽ സത്യമുണ്ടോ, ആ ആരോപണത്തിന് പിന്നിൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു അന്വേഷണവും ഉണ്ടായില്ല. ആ കാലം കഴിയുന്നു എന്ന് വേണം കരുതാൻ, ഇല്ലേ? എന്തായാലും കിരൺ കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. കിരൺ, ഈ ഹിമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ആദ്യം ചർച്ചയായ വിഷയങ്ങൾ ഈ പീഡന പരാതികൾക്ക് പുറമെ മട്ടാഞ്ചേരി മാഫിയയെക്കുറിച്ചാണ്. ഇനി ഈ പരാതി, യുവമോർച്ച ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതി നമുക്കറിയാം. പ്രത്യക്ഷത്തിൽ ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തലിന് ശേഷം ഈ രണ്ടുപേര് ആഷിഖ് അബുവും റിമ കല്ലിങ്കലും ആരോപണ വിധേയരായി വിളിച്ച് നിൽപ്പുണ്ട്. അത് അല്ല എന്ന് തെളിയിക്കേണ്ടത് തീർച്ചയായും അവരുടെ മാത്രമല്ല, നമ്മുടെ സംവിധാനത്തിൻ്റെ, പോലീസ് സംവിധാനത്തിൻ്റെ കൂടെ ബാധ്യതയായി മാറുന്നുമുണ്ട് തീർച്ചയായും. കാരണം അവർ ഇപ്പോഴും പറയുന്നത് അവർ പ്രതിയല്ല, ഇത് വെറും വ്യാജ ആരോപണം എന്നതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പരാതിയുടെ അടിസ്ഥാനവും അതിൻ്റെ വിശദാംശങ്ങളും ആദ്യം. അനു, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗിക ചൂഷണത്തെ ഒപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം തന്നെയാണ് ഈ ലഹരിയുടെ ഉപയോഗം. ഇത് മൂലമുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അത് ഈ ലൈംഗിക ചൂഷണത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിലും ഈ ലഹരി ഉപയോഗത്തിലും അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് യുവമോർച്ച രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്ന് മറ്റ് അന്വേഷണങ്ങൾ പുരോഗമിക്കുമ്പോഴും ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നതിന് വൈകുന്നു എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ യുവമോർച്ച ഇത് സംബന്ധിച്ചൊരു പരാതിയുമായിട്ട് പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. ഇന്നലെ ഇത് സംബന്ധിച്ചുള്ള ഒരു പരാതി യുവമോർച്ച എറണാകുളം ജില്ലാ നേതൃത്വം പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസമാണ് ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തൽ വന്നത്. ഈ സിനിമാ ദമ്പതികളായിട്ടുള്ള ആഷിഖ് അബുവിൻ്റെയും റിമ കല്ലിങ്കലിൻ്റെയും നേതൃത്വത്തിലാണ് സിനിമയിലെ ലഹരി വിതരണം നടക്കുന്നത്. ഇവരുടെ ഫ്ളാറ്റിൽ വെച്ച് തന്നെ പലതവണ ഇത്തരത്തിലുള്ള ലഹരി പാർട്ടികൾ നടത്തിയിട്ടുണ്ട്. സിനിമയിലേക്ക് വരുന്ന ചെറുപ്പക്കാരായ പെൺകുട്ടികളെ ഇവരെ ആദ്യമായി ലഹരി ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയും പിന്നീട് ഇവരെ ലഹരിക്ക് അടിമയാക്കുന്നത് അത് റിമ കല്ലിങ്കലിൻ്റെ നേതൃത്വത്തിലാണ്. റിമയുടെ കരിയർ തന്നെ തകർന്നത് ലഹരി ഉപയോഗം മൂലമാണ് എന്നതടക്കമുള്ളൊരു വെളിപ്പെടുത്തലുകളായിരുന്നു സുചിത്ര നടത്തിയിരുന്നത്. എന്നാൽ ഈ കാര്യത്തിലും കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യുവമോർച്ച രംഗത്തെത്തിയത്. മാത്രവുമല്ല, ഇവരുടെ വീട്ടിൽ പരിശോധന നടത്തണം. അത് സുചിത്ര തന്നെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ ലഹരി പാർട്ടി നടത്തി എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. മാത്രവുമല്ല, ഇവർ നടത്തിയിട്ടുള്ള ചില ഈ ഡാൻസ് ക്യാമ്പുകൾ ഒപ്പം ചില പരിപാടികൾ ഇതടക്കമുള്ള കാര്യങ്ങളിലും കൃത്യമായ പരിശോധന വേണം. കാര്യം നിരവധി യുവാക്കളാണ് ഈ ഡാൻസ് ക്യാമ്പിലും മറ്റുമായിട്ടൊക്കെ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. ഇവരെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഇങ്ങനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങളിൽ കൃത്യമായ ഒരു പരിശോധന വേണം എന്ന് തന്നെയാണ് യുവമോർച്ച ജില്ലാ നേതൃത്വം ആവശ്യപ്പെടുന്നത്. ഇന്നലെ ഈ പരാതിയുമായിട്ട് സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ച സമയത്ത് ഈ യുവമോർച്ച നേതാക്കളോട് പോലീസ് തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ സംഭവത്തിൽ നിലവിലിപ്പോൾ ഇരയായിട്ടുള്ള ആരും തന്നെ പരാതിയായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് ചില പരിമിതികളുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. അതായത് ഈ റിമ കല്ലിങ്കലിനെതിരെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിൽക്കെതിരെയോ ഈ സിനിമയിലെ ലഹരിയുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ ഇരകളാരും പരാതിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ഇതിൻ്റെ അന്വേഷണം വലിയ രീതിയിൽ നടത്താൻ കഴിയില്ല എന്നുള്ളൊരു മുടന്തൻ നയം തന്നെയാണ് ഏതായാലും പോലീസ് വ്യക്തമാക്കിയത്. നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് അടക്കം ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ്. അതായത് ഇരകളാക്കപ്പെട്ടവർ ആരും
ആരും തന്നെ നേരിട്ടെത്തി പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്താൻ ചില പരിമിതികളുണ്ട്, ഇതിൻ്റെ ചില സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളുണ്ട് എന്നുള്ളൊരു വിശദീകരണമാണ് ആദ്യം പോലീസ് നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് ചില ആളുകൾ തങ്ങളെ ദുരുപയോഗം ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതിയായിട്ട് വരുമ്പോൾ പിന്നീട് പോലീസ് ഉണർന്നു പ്രവർത്തിക്കുകയും പ്രത്യേക സംഘം ഉണ്ടാക്കുകയും വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ഇത് ലഹരിയുടെ കാര്യം ഈ സമയത്ത് ബോധപൂർവം ഒഴിവാക്കുന്നു, ഇരകളില്ല എന്നതിൻ്റെ പേരിൽ ഒഴിവാക്കുന്നു എന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനെ സമീപിക്കാനായിട്ട് യുവമോർച്ച തയ്യാറായത്. അനു, ശരി കിരൺ, ഇത് ഒരു ഭാഗം. അതായത് എനിക്ക് മയക്കുമരുന്ന് തന്നേ, എന്നെ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞ് ഒരാൾ വന്ന് പരാതി പറഞ്ഞാൽ ഈ പറയുന്ന മാഫിയയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന കച്ചവടത്തെക്കുറിച്ചും ഈ പറയുന്ന മയക്കുമരുന്ന് ലോബിയെക്കുറിച്ചും അന്വേഷിക്കാമെന്ന വിശാല മനസ്കരായി പോലീസ് പറഞ്ഞിരിക്കുന്നു. അത് അവിടെ നിൽക്കട്ടെ ഒരു ഭാഗത്ത്. രണ്ട്, എന്താണ് ഈ മട്ടാഞ്ചേരി മാഫിയ? ഒന്നുമില്ലാതെ ചുമ്മാ ഒരു മാഫിയെക്കുറിച്ച് നാട്ടുകാർ പറയുമോ? ലോകമെമ്പാടുമുള്ള സിനിമാ ലോകവുമായി ബന്ധമുള്ള എല്ലാവരും പറയുന്നു മട്ടാഞ്ചേരി മാഫിയയെക്കുറിച്ച് പറയണം. ആരാണ് മട്ടാഞ്ചേരി മാഫിയ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തായാലും ഏകപക്ഷീയമെന്ന് ഞാൻ പറയില്ല. കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ള രണ്ട് ഭാഗങ്ങൾ. പൊതുവെ മെയിൻ സ്ട്രീം എന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങളും ചില സ്ഥാപിത താല്പര്യക്കാരും ചർച്ചയ്ക്കെടുക്കാത്ത രണ്ട് ആസ്പെക്ട്സിൽ ഒന്നാണ് അനു നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. അതായത് ഈ മയക്കുമരുന്ന് ഉപയോഗം, ഇതിന്റെ കച്ചവടം, ഈ മാഫിയയുടെ പിടി വളരെ ശക്തമാണെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം തൊഴിൽ പീഡനം. മറ്റെല്ലാം പോയിട്ട്, അതായത് എക്സ്ട്രാ, വളരെ വ്യക്തമായി പറയാം, എക്സ്ട്രാ നടിമാരും നടന്മാരും അടക്കമുള്ള തൊഴിലാളികൾ ഈ രംഗത്ത്, ഇത് വ്യവസായം എന്നാണല്ലോ പറയുന്നത്, തൊഴിലാളികൾ നേരിടുന്ന തൊഴിൽ പീഡനം. അതായത് 10-100 പേരെ കൊണ്ടുവരുന്നു വണ്ടിയിൽ. അവിടെ ആ സെറ്റിന് അല്ലെങ്കിൽ അന്നത്തെ ഷൂട്ടിന് ആവശ്യം 20 പേരായിരിക്കും. ആ 20 പേർക്ക് മാത്രം ഭക്ഷണം കൊടുക്കുക. മറ്റുള്ളവർ ഈ ഷൂട്ട് കഴിയുന്നത് വരെ അവിടെ കാത്തു നിൽക്കുക. ഈ 20 പേരിൽ ഒരാൾക്ക് അസുഖം വന്ന് അതിലേതെങ്കിലും ഒരു കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആക്രോശിക്കുക, അപമാനിക്കുക. ഇതൊന്നും ചർച്ചയാവുന്നില്ല. യഥാർത്ഥ തൊഴിൽ പീഡനം ചർച്ചയാവുന്നില്ല. മയക്കുമരുന്ന് മാഫിയയുടെ നീരാളിപ്പിടുത്തം ചർച്ചയാവുന്നില്ല. അതിൽ അന്വേഷണവുമില്ല. ഈ നിലപാടിൽ തന്നെയാണോ പോകുന്നത്? യഥാർത്ഥത്തിൽ ഇതിൻ്റെ അകത്തൊരു പവർ ഗ്രൂപ്പാണ്. ഈ പവർ ഗ്രൂപ്പിന്റെ പിടിയിലാണ് ഈ സിനിമാ ലോകം എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ആരെയാണ്? നിങ്ങൾ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഉടനെ പ്രമുഖ നടന്മാരെ ചൂണ്ടിക്കാട്ടി ഇവരാണെന്ന് പറയുന്നു. തുടരെ ഒന്നൊന്നായി പരാതികൾ വരുന്നു. പ്രമുഖ നടന്മാർക്കെതിരെ പരാതി വരുന്നു. പരാതി അന്വേഷിക്കട്ടെ, തീർച്ചയായിട്ടും എന്ത് പരാതി വന്നു കഴിഞ്ഞാലും അന്വേഷിക്കണം. പക്ഷേ ഏറ്റവും ഒടുവിൽ നിവിൻ പോളിയെക്കുറിച്ച് അന്വേഷണം അല്ലെങ്കിൽ പരാതി വന്ന ഉടനെ തന്നെ നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടു. അതിനുള്ള ചങ്കൂറ്റൻ നിവിൻ പോളി കാണിച്ചു. നിവിൻ പോളിയുടെ സംസാരത്തിലോ ബോഡി ലാംഗ്വേജിലോ 1% ഒരു ആത്മവിശ്വാസക്കുറവോ കുറ്റബോധമോ ഉണ്ടായിരുന്നില്ല. 2, നിവിൻ പോളി സിനിമാ രംഗത്തുള്ള വളരെ അടുത്തവരുമായി ഞാൻ ഇന്നലെ തന്നെ സംസാരിച്ചിരുന്നു. പല പ്രമുഖ സംവിധായകരുമായും നിർമ്മാതാക്കളുമായും നടന്മാരുമായി സംസാരിച്ചിരുന്നു. നിവിൻ പോളി ഉറപ്പിച്ചു പറയുന്നു ഇങ്ങനെ ഒരാളെ കണ്ടിട്ട് പോലുമില്ല എന്ന്. അപ്പോൾ ശ്രമം ഒരുപാട് നടക്കുന്നുണ്ട്. എന്താണ് മുതലെടുപ്പിന്റെ ശ്രമം നടക്കുന്നുണ്ട്. ബ്ലാക്ക് മെയിലിംഗ്. പലർക്കും മുന്നറിയിപ്പ് കിട്ടി. ഡേറ്റ് നൽകാത്തവർക്ക് കിട്ടി മുന്നറിയിപ്പ്, കരിയർ തകർത്ത് കളയുമെന്ന്. അപ്പോൾ ഈ മാഫിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടേ? അതിനുള്ള ചങ്കൂറ്റവും ആർജവും ഉണ്ടോ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്? കിരൺ, ഇതിന്റെ ഉള്ളറകളിലേക്കല്ലേ നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടത്? പ്രതിഭ, തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. അതായത് ഈ സിനിമയിലെ മട്ടാഞ്ചേരി മാഫിയ എന്നുള്ളത് പുറത്തു നിന്നുള്ളൊരു വിളിപ്പേര് തന്നെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനൊരു ഗൂഢസംഘം മലയാള സിനിമ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അത് ഏതാനും ചില വർഷങ്ങളായി തന്നെ ഇതിൻ്റെ പ്രവർത്തനമുണ്ട്. മാത്രമല്ല ഈ ആളുകളെ ഈ മാഫിയയിലെ അംഗങ്ങൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ആളുകളുടെ എല്ലാം തന്നെ വളർച്ച, ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള ഇവരുടെ സാമ്പത്തിക വളർച്ചകൾ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. പലരും സിനിമയിലെ വളരെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടൊക്കെ തുടർന്നു കുറേ വർഷങ്ങളായിട്ട് തന്നെ ആ തരത്തിൽ തന്നെ നിൽക്കുന്നു. പിന്നീട് ഇവരൊക്കെ നിർമ്മാതാക്കളായി മാറുന്ന ഒരു സാഹചര്യം, പെട്ടെന്ന് സിനിമയിലുണ്ടാകുന്ന വളർച്ച. മാത്രമല്ല ഈ അത്തരത്തിൽ വളർന്ന ഒരു നിർമ്മാതാവ് അല്ലെങ്കിൽ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമായി മാറിയ ഒരു വ്യക്തിക്കെതിരെയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിനിമയിലെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ED ചോദ്യം ചെയ്യുന്നതിലടക്കം കാര്യങ്ങൾ എത്തുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നേരത്തെ ഈ ചില അന്വേഷണങ്ങൾ EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കള്ളപ്പണം വെളുപ്പിച്ചു എന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല
RDX എന്ന സിനിമയ്ക്കെതിരെ ഇതിൻ്റെ ഒരു നിർമ്മാണത്തിലെ ഭാഗമായിരുന്ന മറ്റൊരു വ്യക്തി പിന്നീട് കേസ് കൊടുക്കുന്നു. ഇങ്ങനെയെല്ലാം പല സംഭവങ്ങൾ, അതായത് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ അത് വലിയ രീതിയിൽ തന്നെ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട്. അത് ചില ആളുകൾ കേന്ദ്രീകരിച്ച്, നേരത്തെ ഈ വിശേഷിക്കപ്പെട്ടിട്ടുള്ള പോലെ തന്നെ ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് വിശേഷിക്കപ്പെടുന്ന ആളുകൾ, ഇവർ എത്തുന്ന ചില സിനിമകളിൽ മാത്രമാണ് ഇത്തരം ചില ആരോപണങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അത് തെളിയിക്കപ്പെടുന്നതായിട്ടുമുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നത്. ഈ സെറ്റുകളിലൊക്കെ എല്ലാം തന്നെ ലഹരി എത്തിക്കുന്നതിൽ ഇവർക്ക് മുഖ്യ പങ്കുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ആഷിഖ് അബുവാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ പ്രധാനമായിട്ട് ഉയർന്നു വരുന്ന ഒരു പേര്, ആഷിഖ് അബുവിൻ്റെയും റിമ കലിങ്ങിൻ്റെയും. ഇതിൽ ലഹരിക്ക് അല്ലെങ്കിൽ ലഹരിയെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു സിനിമ സംവിധാനം ചെയ്ത ഒരു വ്യക്തി എന്നൊരു കാര്യം തന്നെയാണ് ആഷിഖ് അബുവിലും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പിന്നീട് ഈ ആരോപണങ്ങളെ എതിർത്തുകൊണ്ട് ആഷിഖ് അബു രംഗത്തെത്തുമ്പോൾ പോലും ഇയാൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഞാൻ പണ്ട് ഇടുക്കി ഗോൾഡ് എന്നുള്ളൊരു സിനിമ സംവിധാനം ചെയ്തിരുന്നു, അതിൻ്റെ പേരിൽ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ആൾ അല്ലെങ്കിൽ ലഹരിയുടെ പ്രചാരകനായിട്ട് തന്നെ ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇയാൾ എതിർ ശബ്ദമായിട്ട് ഉന്നയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് ഈ സിനിമയിൽ എങ്ങനെ ലഹരി എത്തുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. പലപ്പോഴും സിനിമയുടെ ചിത്രീകരണങ്ങൾ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ശ്രീനാഥ് ബാസി അടക്കമുള്ള ആളുകൾക്കെതിരെ, അതായത് ശ്രീനാഥ് ബാസി, ഷൈൻ നിഗം അടക്കമുള്ള അഭിനേതാക്കൾക്കെതിരെ പിന്നീട് നിർമ്മാതാക്കൾ തന്നെ രംഗത്തെത്തുകയും ഇവരെ സിനിമയിൽ നിന്ന് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തുന്നതായിട്ടുള്ള അത്തരം ഒരു അച്ചടക്ക നടപടികളിലേക്ക് കടക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അതിൽ മാത്രം ഒതുങ്ങുന്നതാണോ? കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഒരു പക്ഷേ കിരൺ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ 2 അഭിനേതാക്കൾ പിടിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ മറ്റൊരു അഭിനേതാവ് ടിനി ടോം, പേരെടുത്ത് പറയാം കാരണം അദ്ദേഹം അന്ന് വെളിപ്പെടുത്താൻ തയ്യാറായതാണ്, ധൈര്യപൂർവ്വം പറഞ്ഞതാണ്, തൻ്റെ മകനെ സിനിമയിലേക്ക് വിടാനുള്ള ഒരു പേടി അദ്ദേഹം അന്ന് പങ്കുവച്ചിരുന്നു. അതേ തുടർന്ന് വലിയ ചർച്ചകൾ അന്ന് നടന്നിരുന്നു. ഈ പോലീസ്, ഷാഡോ പോലീസിനെയൊക്കെ നിയോഗിക്കും, സെറ്റുകളിൽ പരിശോധന കർശനമാക്കും എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമായിരുന്നതും. പക്ഷെ ഇതെല്ലാം തണുത്തുറഞ്ഞു പോയോ? തീർച്ചയായിട്ടും അനു, ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ ടിനി ടോം നടത്തിയ വെളിപ്പെടുത്തൽ അതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഷൈൻ ടോം ചാക്കോയെ മയക്കുമരുന്നുമായിട്ട് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഈ സിനിമാ മേഖലയിലുള്ള ചില ആളുകൾക്ക് വ്യക്തമായി തന്നെ ഈ ലഹരി ഉപയോഗമുണ്ട്, അത് അവർ വെളിപ്പെടുത്താനും തയ്യാറാവുകയാണ്. ഈ ഷൈൻ ടോം തന്നെ പലപ്പോഴും ഇയാൾ നടത്തിയിട്ടുള്ള ഈ ഓൺലൈൻ ചാനലുകൾക്ക് നൽകിയിട്ടുള്ള അഭിമുഖങ്ങൾക്കിടയിൽ ഇത്തരം സൂചനകൾ നൽകുന്നുണ്ട്, താൻ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെയുമായി ബന്ധമുള്ള ആളുകൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം എന്ന തരത്തിലുള്ള പലപ്പോഴും ഇയാളുടെ പരാമർശം, ഈ സ്കോർ ചെയ്യുക, പേപ്പർ ഇടുക തുടങ്ങിയ ചില ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ ഇടയിൽ ഉപയോഗിക്കുന്ന ചില കോഡ് വാക്കുകൾ ഇത് പരസ്യമായിട്ട് പറയുന്നു. ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൊതുസമൂഹത്തിന് വ്യക്തമായി തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഈ സമയത്തൊന്നും കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഷൈൻ ടോം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ഏതെങ്കിലും സെറ്റുകളിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ താമസ സ്ഥലത്തേക്ക് പോകുമ്പോഴോ ആ സമയങ്ങളിൽ വാഹനങ്ങളിലിരുന്ന് ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സെറ്റുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ അർത്ഥം വരുന്ന രീതിയിൽ തന്നെയാണ് പലപ്പോഴും ഈ പരാമർശങ്ങൾ നടത്തുന്നത്. ഇങ്ങനെ വ്യക്തമായ രീതിയിൽ ഇതുമായി ബന്ധമുള്ള ആൾ അല്ലെങ്കിൽ മുമ്പ് ഈ സമാനമായ കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെ ഇതിൽ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഇതുവരെ ഈ സ്ഥലങ്ങളിൽ ഒന്നും പരിശോധന നടത്താൻ പോലീസിൻ്റെ, ഈ ഷാഡോ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ചില പരാമർശങ്ങൾ, ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായതിന് ശേഷം മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി പോലീസ് തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഈ ഷാഡോ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ കാര്യങ്ങളിൽ ഇതുവരെ ഒരു വ്യക്തമായ മറുപടി നൽകാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. ഇങ്ങനെ സിനിമാ മേഖലയിൽ പരസ്യമായിട്ട് ഉപയോഗിക്കുന്നു, അത് പരസ്യമായിട്ട് പ്രചരിപ്പിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ കാര്യം അത്തരത്തിൽ തന്നെ താൻ ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പറയുന്നതിന് യാതൊരുവിധ മടിയുമില്ലാത്ത അഭിനേതാക്കൾ അവർ പരസ്യമായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കാര്യങ്ങൾ പറയുന്നു. ഈ സമയത്ത് പോലും കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ തന്നെ ഈ നിവിൻ പോളിക്കെതിരായിട്ടുള്ള കേസ്, ഇന്നലെ ഈ കേസിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നിവിൻ പോളി തന്നെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്,
ഒരു മാസം മുമ്പ് തന്നെ ഈ ഊന്നക്കൽ പോലീസ് സ്റ്റേഷനിലെ CI വിളിച്ചിരുന്നു. ഇത് ഈ സമാനമായ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കാര്യം പറയാനായിട്ട് CI വിളിക്കുകയും ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ CI തന്നെ പറയുകയാണ് ഇത് ഒരുപക്ഷെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടിയോ ആയിട്ട് ഉപയോഗിക്കുന്ന കേസുകളായിരിക്കാം, അതുകൊണ്ട് ഇത് മുഖവിലേക്ക് എടുക്കേണ്ടതില്ല, ഞങ്ങളൊന്ന് കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസം ഇതും മറച്ചു വെച്ചു എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഏതാനും ആഴ്ചകളെ ആകുന്നുള്ളൂ. ഇതിനു മുമ്പ് തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു പരാതി പോലീസിന് ലഭിച്ചിരുന്നു. എന്നിരുന്നിട്ട് പോലും കൃത്യമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ നടന്നിരുന്നോ എന്നുള്ളൊരു കാര്യം വലിയൊരു ചോദ്യമായി തന്നെ ഉയരുകയാണ്. നിവിൻ പോളി തന്നെ പറയുന്നു, CI തന്നോട് പറഞ്ഞു ഇത് വലിയ രീതിയിൽ പേടിക്കേണ്ടതില്ല, അങ്ങനെ വിചാരിക്കേണ്ടതായിട്ടുള്ളൊരു കേസല്ല, ഗൗരവമുള്ള കേസല്ല എന്ന രീതിയിൽ CI തന്നോട് പറഞ്ഞു എന്ന രീതിയിൽ നിവിൻ പോളിയും വ്യക്തമാകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പരാതി വന്നു കഴിഞ്ഞാൽ തന്നെ അത് പോലീസ് അന്വേഷണത്തിൽ നിന്ന് പിന്മാറരുത്, കിരണിലേക്ക് വരാം, അതുപോലെ കൊച്ചി ബ്യൂറോയിലേക്കും വരാം ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ. ഇനി ഇത് യഥാർത്ഥത്തിൽ ചർച്ചയായപ്പോൾ ഫോക്കസ് മാറുന്നത് കണ്ടു. അതിനൊപ്പം തന്നെ എല്ലാ പ്രേക്ഷകരുടെയും നമസ്തയും ആശംസകളും കണ്ടു. വളരെയധികം നന്ദി, സന്തോഷം. പക്ഷേ വാർത്തകൾ ധാരാളമുള്ളത് കൊണ്ടാണ് ഓരോരുത്തരെയായി പേര് പറഞ്ഞ് അഭിസംബോധന ചെയ്യാത്തത്, അതല്ലെങ്കിൽ തിരിച്ച് നമസ്തേ പറയാത്തത്. എല്ലാവരുടെയും നമസ്തേ കണ്ടിരിക്കുന്നു. സ്നേഹാന്വേഷണങ്ങൾക്ക് നന്ദി. ഔദ്യോഗിക യാത്രയായിരുന്നു, അതാണ് ഇതുവരെ കാണാതിരുന്നത്. ഒപ്പം തന്നെ പല പ്രേക്ഷകരും ഇതേക്കുറിച്ച് വളരെ വാലിഡ് ആയിട്ടുള്ള ധാരാളം കമൻസും ഇതിൽ ഇടുന്നുണ്ട്. ഇതിൽ പ്രകാശൻ മേൽക്കുട്ടി പറഞ്ഞു, കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതല്ലേ ഈ PV അൻവറിൻ്റെ ആരോപണത്തിൽ ഒരു നടപടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അന്വേഷണം അതുവഴി തന്നെ പോകുമെന്നുള്ളത്. അതുപോലെ തന്നെ ഈ മട്ടാഞ്ചേരി മാഫിയയെക്കുറിച്ചുള്ള കമൻറ്റുകൾ ധാരാളം വരുന്നുണ്ട്. കുട്ടൻ കൃഷ്ണയുടെ കമൻറ്റ് കണ്ടു. ധാരാളം പേർ ഇത് കൃത്യമായി പറയുന്നുണ്ട്. ഇത് PRP കുറുപ്പ് സാറിൻ്റെ കേരളത്തിൽ കുട്ടികൾ പഠിക്കുന്നതിന് പകരം വെളിയിലോ വിദേശത്തോ പഠിക്കാൻ പോകുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. ഇവിടെ പഠിച്ചാൽ അങ്ങനെ നമുക്ക് എഴുതി തള്ളാൻ പാടില്ല കുറുപ്പ് സാറും മറ്റ് പ്രേക്ഷകരും. നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയണം, അതിനുള്ള സാഹചര്യം ഉണ്ടാവണം. അതിനായിരിക്കണം പോരാട്ടം. ചൂണ്ടിക്കാട്ടിയതിൽ മറ്റൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മയക്കുമരുന്ന് എതിരായ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ. അത് ജില്ലകൾ കേന്ദ്രീകരിച്ചും എന്തൊക്കെയോ കലാപരമായ കവിതകൾ എന്തായി എന്നതുകൂടി അത് ഫോളോ അപ്പ് ചെയ്യണം എന്നതാണ്. ശരി, മാത്രമല്ല ഈ ശരിക്കുമുള്ള പീഡന വീരന്മാരുടെ പേര് ഒന്നും പുറത്ത് വന്നിട്ടില്ല എന്ന് ശ്രീ പ്രകാശൻ പ്രദീപ് ജിയോട് പറഞ്ഞിട്ടുണ്ട്. ശരി, എന്തായാലും ഇക്കാര്യത്തിൽ ജനൻ TV പിന്നോട്ടില്ല. യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാൻ ആരെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യുന്ന അജണ്ടയ്ക്കും നരേറ്റീവിനും പിന്നാലെ പോകാതെ യഥാർത്ഥ വസ്തുത പുറത്ത് കൊണ്ടുവരാൻ തന്നെ ശ്രമിക്കും. ഇക്കാര്യത്തിൽ കഴിഞ്ഞ വർഷം ഇതുപോലെ ആരോപണം നേരിട്ടയാളാണ് ശ്രീ വിജയ് ബാബു, നടനും നിർമ്മാതാവും സംവിധായകനും ഒക്കെ ആയ ഫിൽം മേക്കർ വിജയ് ബാബു. അന്ന് തന്നെ പറഞ്ഞിരുന്നു അതിന് പിന്നിലും ഈ പറയുന്ന മാഫിയ ഉണ്ട് എന്നുള്ള, ആ പരാതിക്ക് പിന്നിൽ നന്നായി അറിയാമായിരുന്നു, നല്ല പരിചയമുണ്ടായിരുന്ന ഒരു നടി പിൽക്കാലത്ത് അവസരം കിട്ടാതായപ്പോൾ തനിക്കെതിരെ പരാതി നൽകിയെന്നാണ് വിജയ് ബാബു പറഞ്ഞത്. അത് കോടതിയിലെത്തി, ആ അന്വേഷണം എവിടെയായി എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് പിന്നാലെയും പോകണം, എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്നുള്ളത്. കാരണം ഒരു പരാതി നൽകി ബ്ലാക്ക് മെയിൽ ചെയ്യാനോ തകർക്കാനോ അതല്ലെങ്കിൽ ഒരു മാഫിയയുടെ പിടിയിൽ ഒതുക്കാനോ കഴിയുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധം. നമുക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഈ പ്രമുഖ നടന്മാരുടെ മൗനമായിരുന്നു എല്ലാവരുടെയും പ്രശ്നം ആദ്യ സമയത്ത്. അതിനുശേഷം ഈ അമ്മ നിന്ന് രാജി അംഗങ്ങൾ വയ്ക്കുന്നു. മോഹൻലാൽ കൃത്യമായിട്ട് പ്രതികരിക്കുന്നു. കാരണം തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ ഒളിച്ചോടിയിട്ടില്ല, ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്. വളരെ വൈകാരികമായിട്ടാണ് അദ്ദേഹം വന്ന് പ്രതികരിച്ചതിന്. അതിന് തൊട്ട് പിന്നാലെ മമ്മൂട്ടി പ്രതികരിക്കുന്നു. എല്ലാവരും ആ കാര്യത്തിൽ മൗനമൊക്കെ വെടിഞ്ഞ് രംഗത്തെത്തി. ഈ മോഹൻലാലിനെ അനാവശ്യമായി ലക്ഷ്യമിടുന്നു എന്നുള്ള ഒരു ആരോപണം അത് BJP നേതാവ് യുവരാജ് ഗോകുൽ കഴിഞ്ഞ ദിവസം ജനം TVയോട് ആ ഒരു ആശങ്ക പങ്കുവെക്കുകയുണ്ടായി. മോഹൻലാലുമായി യാതൊരു ബന്ധവുമില്ലാത്ത വാർത്തകളിൽ പോലും അദ്ദേഹത്തിൻ്റെ പടം ചില മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകുന്നുവെന്നും ഒരു കാരണവുമില്ലാതെ അദ്ദേഹം ആക്രമിക്കപ്പെടുന്നുവെന്നും യുവരാജ് ഗോകുൽ ജനം ഡിബേറ്റിലാണ് പ്രതികരിച്ച്. വളരെ ശരിയാണല്ലേ, ഓൺലൈനിലൊക്കെ ആർക്കെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ സിനിമാ രംഗത്ത് എന്ത് പീഡന കഥ വന്നു കഴിഞ്ഞാൽ കവർ ഫോട്ടോ മോഹൻലാൽ എന്താ ഇതിന്റെ സിമ്പലാണോ? കാണാം, ആ വാക്കുകൾ കേൾക്കാം. മലയാള സിനിമയിൽ ഇത്രയും ദിവസമായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ദിവസം മുതൽ നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്യുന്ന ദിവസം വരെയും
മോഹൻലാലിനെതിരായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ച് വന്നിരിക്കുന്ന ഒരു വാർത്ത പോലും, അല്ലെങ്കിൽ ഇപ്പോൾ മമ്മൂട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരാൾ മോഹൻലാൽ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേരിനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. കാരണം ഇപ്പോൾ ശ്രീമതി രാധിക ശരത് കുമാർ മലയാള സിനിമയിൽ നടന്നിരിക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയുടെ പേരിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അവരുമായി ആ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മോഹൻലാലിന്റെ പടം എടുത്തു വെച്ചിട്ടാണ് ന്യൂസ് മിനിറ്റ് പോലുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത ചെയ്തിരിക്കുന്നത്. അത് ന്യൂസ് മിനിറ്റ് പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കാം. ഈ പറയുന്ന മനോരമയും മാതൃഭൂമിയും ഒക്കെ ഉൾപ്പെടെയുള്ള വളരെ മുഖ്യധാര മാധ്യമങ്ങൾ ഒരു കാര്യവുമില്ലാതെ അദ്ദേഹവും യാതൊരു ബന്ധവുമില്ലാത്ത വാർത്തകളിൽ പോലും അദ്ദേഹത്തിന്റെ പടം എടുത്തു വെച്ചിട്ടാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. പ്രസാദ് നെന്മാറയുടെ ഒരു ചോദ്യം ഈ സാഹചര്യത്തിൽ വരുന്നുണ്ട്. 3 ദിവസം പുലിയായി ഒടുവിൽ എലിയായ അൻവറിന്റെ വാർത്തയില്ലെന്നുണ്ട്. അൻവറിന്റെ വാർത്ത അത് വരുന്നുണ്ട്. അൻവറിന്റെ വാർത്തയുമുണ്ട്. ആ വാർത്ത വന്ന വഴിയെക്കുറിച്ചും ഉള്ള വാർത്തയുണ്ട്. തലക്കെട്ടുകളിൽ നിന്ന് സൂചിപ്പിച്ചിരുന്നു. നമുക്ക് താമസിയാതെ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ തിരുവനന്തപുരത്തു നിന്നൊക്കെ ഇത് സംബന്ധിച്ച ലൈവ് റിപ്പോർട്ടുകളും കാണാം. തീർച്ചയായിട്ടും. കാരണം പൊതുജനം കഴുതയല്ല സർ എന്ന് വീണ്ടും ഈ നമ്മൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമ്മളെ കാണാൻ വരുന്ന സ്ഥാനാർത്ഥികൾ ചിരിച്ചുകൊണ്ട് പോകുന്നു. അതിനുശേഷം ആ പോയ വഴി തിരികെ വരുന്നില്ല, നമ്മളുടെ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല എന്ന് ഏതൊരു വോട്ടറുടെയും എല്ലാ കാലത്തെയും ആശങ്കയാണ്, വിഷമമാണ്, ദുഃഖമാണ്. അതുകൊണ്ട് തന്നെ നമ്മളും ഇത്തരം നാടകങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണല്ലോ. നാടകം എന്ന് തന്നെ പറയേണ്ടി വരും. 2 ദിവസം ഇങ്ങനെ വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നു, ഗുരുതരമായ ആരോപണങ്ങൾ നടത്തുന്നു. അതിനുശേഷം 3-ാം ദിവസം എവിടെ പോയി? അപ്പൊ അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നതടക്കം ചർച്ചയാവേണ്ടതല്ലേ? അതിനു മുമ്പ് ഇ.പി. ജയരാജന്റെ രാജി പുറത്താക്കൽ വരുന്നു. ഇത് ഓരോന്ന് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുമ്പോഴും നമ്മുടെ പ്രേക്ഷകർ തന്നെ പങ്കുവച്ചൊരു വികാരം എന്ന് പറയുന്നത് ഇത് മറ്റെന്തോ മറയ്ക്കാനുള്ള നാടകമാണ് എന്നുള്ളതാണ്. ചുരുക്കി പറയാൻ വിശ്വാസ്യത എന്നുള്ളൊരു സംഗതി ഇല്ലാതായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പമുണ്ട് എന്ന് കരുതപ്പെടുന്ന എന്തൊക്കെ ആരോപണങ്ങൾ വന്നിട്ടും ഹൈക്കോടതിയുടെ തന്നെ വിധി വന്നിട്ടും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ റിസോർട്ടിനെയും സംരക്ഷിച്ചു പോരുന്ന മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായ 2 പേരെ കുറിച്ചാണ് ഇദ്ദേഹം വളരെ ഗുരുതരമായ ആലോചിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ അവസ്ഥയാണ്. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർ വിശ്വസ്തരാണ്. ഒന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, ഒന്ന് ഏറ്റവും വിശ്വസ്തനായ ADGPക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതോ അടുത്ത വിശ്വസ്തൻ അല്ലെങ്കിൽ അടുത്ത അടുപ്പക്കാരൻ. ശരി, നമുക്ക് ആ വാർത്തകളൊക്കെ വഴിയെ വരുന്നുണ്ട്. വിശദമായി തന്നെ നമുക്ക് നോക്കാം. പക്ഷേ ഈ ഇപ്പോൾ പറഞ്ഞു വന്നിരുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതേ തുടർന്ന് ഉണ്ടായ പരാതി, വിവാദങ്ങൾ ഒക്കെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ബംഗാളി നടി രഞ്ജിത്തിനെതിരെയുള്ള പരാതി നൽകിയിരുന്നു. ഈ ഒരു കേസിൽ സംവിധായകൻ രഞ്ജിത്ത് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. 15 വർഷത്തിന് ശേഷം ആരോപണം ഉന്നയിക്കുന്നത് ഗൂഢലക്ഷ്യത്തോടെ എന്നാണ് പ്രധാനമായും അദ്ദേഹം ഉയർത്തുന്ന വാദം. എറണാകുളം നോർത്ത് പോലീസാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. റിപ്പോർട്ട് കാണാം. ബംഗാളി നടിയുടെ പരാതിയിന്മേൽ എറണാകുളം നോർത്ത് പോലീസ് എടുത്ത കേസിൽ സംവിധായകൻ രഞ്ജിത്ത് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. 15 വർഷത്തിന് ശേഷം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് ഗൂഢലക്ഷ്യത്തോടെ എന്നാണ് പ്രധാനപ്പെട്ട വാദം. സിനിമയിൽ അഭിനയിപ്പിക്കാത്തതിന്റെ നീരസമാണ് പരാതിക്ക് കാരണം. നടിയുമായി സംസാരിച്ചപ്പോൾ അണിയറ പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും തന്നെ നീക്കണമെന്ന ഉദ്ദേശവും പരാതിക്ക് പിന്നിലുണ്ടെന്നും ഹർജിയിൽ പറയുന്നു. അസുഖബാധിതനായി ചികിത്സയിലാണെന്നും അറസ്റ്റിന് സാധ്യതയുണ്ടെന്നും മുൻകൂർ ജാമ്യം വേണമെന്നുമാണ് രഞ്ജിത്തിന്റെ ആവശ്യം. കേസിൽ ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ലൈംഗികാതിക്രമത്തെക്കുറിച്ച് നടി ജോഷി ജോസഫിനോട് നേരത്തെ വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തൽ. കൂടാതെ തെളിവെടുപ്പും പുരോഗമിക്കുകയാണ്. 2009 സിനിമാ ചർച്ചകൾക്കായി ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം ലൈംഗികോദ്ദേശത്തോടെ അതിക്രമം കാട്ടിയെന്നായിരുന്നു രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ പരാതി. പ്രത്യേക സംഘമാണ് കേസന്വേഷണം നടത്തുന്നത്. ജനം, കൊച്ചി. എന്തായാലും ഇത് ശരിയാണ്. രഞ്ജിത്ത് ആരോപണം വന്നു, രാജിവെച്ചു, കേസെടുത്തു, അന്വേഷണം തുടങ്ങി. അന്വേഷണം ഏത് വഴിക്ക് പോകുന്നു പറയാം. പക്ഷെ അന്വേഷണം തുടങ്ങുമ്പോൾ ഒരു കാര്യം കൂടി ഈ തരുണത്തിൽ ചൂണ്ടിക്കാട്ടണം. ഇപ്പം ആര് ആക്രമിക്കപ്പെട്ടാലും ആര് പീഡിപ്പിക്കപ്പെട്ടാലും അന്വേഷണം നടക്കണം, നീതി കണ്ടെത്തണം. ദിലീപിനെതിരായ പരാതി എന്തായിരുന്നു? ഒരു നടിയുടെ നഗ്നചിത്രങ്ങൾ അല്ലെങ്കിൽ നഗ്ന ദൃശ്യം എടുത്ത് ദിലീപിന് കൊടുത്തു എന്നുള്ളതാണ്. സമാനമായ ഒരു ആരോപണം രഞ്ജിത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പുരുഷൻ, ഒരു ചെറുപ്പക്കാരൻ തൻ്റെ നഗ്ന ദൃശ്യങ്ങൾ, നഗ്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ നഗ്ന വീഡിയോ എടുത്ത് ഒരു സ്ത്രീക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുന്നു. അതും സിനിമാ രംഗത്തുള്ള ഒരു നടിക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുന്നു. ആ പരാതിയിന്മേൽ എന്ത് അന്വേഷണം നടത്തി? അന്ന് ദിലീപിനെതിരെ എടുത്ത അതേ നിലപാടും അതേ അറസ്റ്റും അതേ ശിക്ഷിക്കാതെയുള്ള ശിക്ഷയും രഞ്ജിത്തിനെതിരെ ഉണ്ടാകുമോ? നീതി, ന്യായം എന്ന് പറയുന്നത് ആ തുലാസല്ലേ നമ്മുടെ ചിഹ്നം. കണ്ണു മൂടിക്കെട്ടിയ
ആ രൂപം, നീതി ദേവത കാണിക്കുക. അതായത് മുഖം നോക്കാതെ നടപടി എന്നുള്ളതാണ്, തുല്യനീതി എന്നുള്ളതാണ്. അതുണ്ടാകുമോ എന്നുകൂടി നമുക്ക് തുടർന്ന് അന്വേഷിക്കണം. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതുവരെ ചർച്ച ചെയ്തിരുന്ന വാർത്തയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന അടുത്ത നാടകമാണ്, വാർത്തയാണ്, യഥാർത്ഥ സംഭവമാണോ എന്നൊക്കെ അറിയാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ADGP MR അജിത് കുമാറിനും P ശശിക്കും എതിരെ പരാതിയുമായി PV അൻവർ ഇന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെ നേരിൽ കാണും. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് പാർട്ടി സെക്രട്ടറിക്കും കൈമാറും. അതേസമയം ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് ചേരും. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലാണ് യോഗം. ടിൻറ്റു ദാസ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ടിൻറ്റു, പുലി പോലെ വന്നത് എലി പോലെ പോയി എന്ന് പ്രേക്ഷകർ തന്നെ പറയുകയാണ്. എന്താണ് ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ? PV അൻവർ കീഴടങ്ങി കഴിഞ്ഞോ? ഇതിൻ്റെ മറ്റു രാഷ്ട്രീയ മാനങ്ങളുമായുള്ള വലിയ വിശേഷങ്ങളും വലിയ വിശകലനവും വലിയ വെളിപ്പെടുത്തലും ഒക്കെ ആയിട്ട് കോഴിക്കോട് അരുൺ കൊടുങ്ങൂറും കണ്ണൂരിൽ ശ്രീജിത്തും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതിനകം തന്നെ ഈ ADGPക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വെച്ചിട്ടുള്ള അന്വേഷണ സംഘത്തിന് എത്ര ഇഫക്റ്റീവായി, എത്ര കാര്യക്ഷമമായി ഇക്കാര്യം അന്വേഷിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്ന ഇന്നത്തെ എപ്പിസോഡ് എന്തൊക്കെയായിരിക്കും? ഗുഡ് മോർണിംഗ് ടിൻറ്റു. ഗുഡ് മോർണിംഗ് പ്രദീപ് പിള്ള, അനു. ഇപ്പോൾ ഏതാണ്ട് 8:30 മണിയോട് കൂടി PV അൻവർ പാർട്ടി സെക്രട്ടറി നേരിൽ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. ഇന്ന് 8:30 മണിയോടുകൂടി AKG സെന്ററിന് മുന്നിലുള്ള ചിന്ത ഫ്ലാറ്റിലാണ് ഇരുവരും ഒരുമിച്ച് കാണുക എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. PV അൻവർ MLA ഇന്നലെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് പാർട്ടി സെക്രട്ടറിക്ക് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടും ഉയർന്നു വന്ന ചർച്ച PV അൻവർ ഉന്നം വെക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിയാണ് തന്നെ തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോഴും മുഖ്യമന്ത്രി നമുക്കറിയാം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളത് മുഖ്യമന്ത്രിക്കാണ്, മുഖ്യമന്ത്രി നടപടി സ്വീകരിച്ചില്ല എന്നൊരു വാദം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ 45 മിനിറ്റോളം PV അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, അതായത് സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ സംസാരിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള ഗുരുതരമായ കുറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് PV അൻവർ ആരോപിക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും കൂടാതെ തന്നെ ഈ രാഷ്ട്രീയ മേഖലയിലുള്ള MLA മാർ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ ഫോൺ ചോർത്തൽ, അതോടൊപ്പം തന്നെ സ്വർണം പൊട്ടിക്കൽ, അതോടൊപ്പം തന്നെ മറ്റ് ഗുരുതര ആരോപണങ്ങളൊക്കെയാണ് MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ ഇന്നലെ മുഖ്യമന്ത്രിയോട് പറഞ്ഞതിൽ കൂടുതൽ പാർട്ടി സെക്രട്ടറിയുമായി സംസാരിക്കുമോ എന്നൊരു കാര്യവും കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, PV അൻവർ ഒരു സ്വതന്ത്ര MLA ആണ്. PV അൻവർ പാർട്ടി അംഗമല്ല. പക്ഷേ പാർട്ടിക്ക് ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം. അത് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യണം. അപ്പോൾ നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമെന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് പാർട്ടിയിലെ ഭൂരിഭാഗം അംഗങ്ങളും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയാണ്. അതോടൊപ്പം തന്നെ MR അജിത് കുമാറിന്റെ നിലപാടിനുമെതിരെയാണ്. പാർട്ടിയിൽ CM-ന് സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ CM-ന് ഇത്തരത്തിലുള്ള ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന ഇത്തരം പ്രവണതകൾക്ക് തടസ്സം നിൽക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു വാദം കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് PV അൻവർ ഇന്ന് പാർട്ടി സെക്രട്ടറി നേരിൽ കണ്ട് ഈ കാര്യങ്ങൾ കൂടുതൽ ബോധിപ്പിച്ചതിന് ശേഷം നാളെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യാനിരിക്കുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ADGP-യുള്ള ബന്ധം, ഇവർ രണ്ടുപേരുമാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയും അതോടൊപ്പം തന്നെ ആഭ്യന്തര മേഖലയും ഭരിക്കുന്നത് എന്നൊരു വാദം ഉയർന്നിരുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി നീക്കുന്നില്ല, എന്തുകൊണ്ട് ADGP MR അജിത് കുമാറിന് നടപടിയെടുക്കുന്നില്ല, ഈ രണ്ട് വിഷയമാണ് ഇത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. എന്തായാലും PV അൻവർ അല്പസമയത്തിനകം പാർട്ടി സെക്രട്ടറി നേരിട്ട് കാണും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, MR അജിത് കുമാറിനെതിരെ ക്രമസമാധാന ചുമതലയുള്ള MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ സംഘത്തിന്റെ പ്രഥമ യോഗം ഇന്ന് ചേരുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DGP-യുടെ നേതൃത്വത്തിലാണ് 3 അംഗ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുള്ള ഈ സംഘം യോഗം ചേരുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
DGPയുടെ കീഴിലാണ് ഈ 3 അംഗങ്ങളും വരുന്നതെങ്കിലും 3 പേരും MR അജിത് കുമാറിനേക്കാളും റാങ്ക് കുറഞ്ഞ IPS അല്ലെങ്കിൽ MR അജിത് കുമാറിന്റെ താഴെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ഈ ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ മേലുദ്യോഗസ്ഥർ നേരെ ഇത്തരത്തിലുള്ള നടപടികൾ തീർച്ചയായും അത് തന്നെയാണ് വലിയൊരു സംശയമായി നിൽക്കുന്നതും ടിൻഡു. ഈ പതിവ് ശൈലിക്ക് വിപരീതമായി പരസ്യമായ ഒരു പൊതുവേദിയിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു, മുഖ്യമന്ത്രി അപ്പോൾ നടപടി ഉണ്ടാകുമെന്ന് സ്വാഭാവികമായി നമ്മളെല്ലാവരും അനുമാനിക്കുന്നു. പക്ഷേ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ മല പോലെ വന്നത് എലി പോലെ പോയ ഒരു അവസ്ഥ. ഇനി PV അൻവറിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാം. മലബാറിലേക്ക് പോവുകയാണ്, ഇതിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക്. ആഭ്യന്തര വകുപ്പിനെതിരായ PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ P ജയരാജൻ. കണ്ണൂരിൽ തന്റെ പഴയ എതിരാളിയായ P ശശിയെ ലക്ഷ്യം വെച്ചാണ് P ജയരാജന്റെ നീക്കങ്ങൾ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി സീറ്റ് ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോഴാണ് P ശശിക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരുന്നത്. വിവരങ്ങളുമായി ശ്രീജിത്തും അരുൺ കൊടുങ്ങൂരും ചേരുകയാണ്. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, വളരെ പെട്ടെന്ന് എന്താണ് ഇങ്ങനെ ഒരു വാർത്തയുടെ പിന്നിൽ, അതല്ലെങ്കിൽ ഇത്തരം ഒരു നീക്കത്തിന് പിന്നിൽ എന്താണ്? നമുക്കറിയാവുന്ന കാര്യമാണ്, കണ്ണൂരാണ് CPMന്റെ ശക്തി കേന്ദ്രം. അവിടെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുവാനാണ് പല നേതാക്കളും ശ്രമിച്ചിട്ടുള്ളത്. അത് പിണറായി വിജയനായാലും മുൻപ് കോടിയേരി ബാലകൃഷ്ണനായാലും അതിനു മുമ്പ് രാഘവൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തലമുറ മാറ്റമുണ്ടാകുമ്പോഴും കണ്ണൂരിൽ സ്വാധീനം ഉറപ്പിക്കുവാനാണ് എല്ലാവരും ശ്രമിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് നിലവിൽ P ശശിയും അത്തരത്തിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. അതിന് തടയിടുകയാണ് നിലവിൽ P ജയരാജൻ P അൻവറിനെ ഇറക്കി അത്തരത്തിൽ ഒരു പ്രവർത്തനവുമായി ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം PV അൻവർ പ്രധാനമായി ലക്ഷ്യം വെച്ചത് ആഭ്യന്തര വകുപ്പിനെയാണ്. ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായ നിലവിൽ കൈയാളുന്നത് P ശശിയാണ്. അത്തരത്തിൽ P ശശിയെ ഈ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് P ജയരാജൻ മുന്നോട്ട് പോകുന്നത്. കാരണം വരുന്ന ഈ പാർട്ടി സമ്മേളനങ്ങളാണ് അടുത്തു വരുന്നത്. ആ പാർട്ടി സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗത്വവും അതോടൊപ്പം തന്നെ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിലെ സീറ്റുമാണ് പ്രധാനമായി P ശശി ലക്ഷ്യമിടുന്നത്. ഇതിന് തടയിടുവാൻ വേണ്ടിയാണ് P ജയരാജൻ തന്റെ പഴയ രാഷ്ട്രീയ കളരിയിലെ കണ്ണൂരിലെ പഴയ ശത്രുവായ P ശശിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ആയുധങ്ങൾ അതോടൊപ്പം തന്നെ വിവരങ്ങളും P അൻവറിന് കൈമാറിയതായാണ് എന്തായാലും കണ്ണൂരിൽ നിന്നും വരുന്ന വിവരങ്ങൾ. അത് മുൻപ് തന്നെ അറിയാവുന്നതാണ്. P ശശിയുമായി ബന്ധപ്പെട്ട് ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉയർന്നിരുന്നു. അന്നെല്ലാം ഇതിന്റെ പിന്നിൽ P ജയരാജനായിരുന്നു എന്നൊരു ആരോപണം ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതായി അന്ന് തന്നെ P ശശി പല പാർട്ടി വേദികളിലും പറഞ്ഞിരുന്നു. അതിനിടയിലാണ് ഇത്തരം വീണ്ടും കരുത്തനായി പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി P ശശിയെ തിരുവനന്തപുരത്ത് എത്തിക്കുകയും പിന്നീട് കണ്ണൂരിൽ വീണ്ടും തന്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വലിയ വിവാദം ഉണ്ടായിരിക്കുന്നത്. മുൻപ് കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയായിരുന്ന P ശശി നിലവിൽ വലിയ ആരോപണങ്ങളിൽ ആടി ഉലയുകയാണ്. ശരി ശ്രീജിത്ത്, ശ്രീജിത്തിലേക്ക് വരാം. അരുൺ കൊടുങ്ങൂർ ചേരുന്നു കോഴിക്കോട് നിന്ന്, മലബാർ മേഖല ചീഫ്. അരുൺ, വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ റിപ്പോർട്ടാണല്ലോ കണ്ണൂരിൽ നിന്ന് വരുന്നത്. CPMനുള്ളിൽ അടുത്ത പോർമുഖം തുറക്കുകയാണോ P ജയരാജൻ? അതും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെ ലക്ഷ്യമിട്ട. തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം കഴിഞ്ഞ കുറച്ചു നാളുകളായി തന്നെ കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം ഈ P ജയരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത് കൃത്യമായി ഓരോ തട്ടിലും നമുക്ക് കഴിഞ്ഞ നാളുകളിലെ സംഭവ വികാസങ്ങൾ ഓരോന്നായി എടുത്തു പരിശോധിക്കുമ്പോൾ കൃത്യമായി മുഖ്യമന്ത്രിക്കെതിരെ ഓരോ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും അത് കൃത്യമായി തന്നെ പാർട്ടിക്ക് ഉള്ളിൽ നിന്നും അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായി നമുക്ക് എടുത്തു പറയേണ്ട ഒരു സാഹചര്യം, സംസ്ഥാന സർക്കാരിനെ CPMനെ ഒന്നാകെ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി ിലേക്ക് നീക്കിക്കൊണ്ടുള്ള പുതിയ ആരോപണത്തിന് പിന്നിലും ഈ P ജയരാജൻ കൃത്യമായി ഉണ്ട്. അല്ലെങ്കിൽ PV അൻവറിനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ CPMന്റെ സഹയാത്രികനായി മുന്നോട്ട് വന്നിരുന്ന ഈ PV അൻവർ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കില്ല എന്ന് ആദ്യം മുതൽ തന്നെ കൃത്യമായി അറിയായിരുന്നു. അത് കൃത്യമായി എങ്ങനെ എവിടെ കുറുക്കി കൊള്ളുന്ന രീതിയിലുള്ള കൃത്യമായ ആരോപണങ്ങൾ അത് സംസ്ഥാന രാഷ്ട്രീയം വലിയ കലുഷിതമാകുന്ന ഒരവസ്ഥയിലേക്ക് CPMനെ വലിയ പ്രതിരോധത്തിലേക്കാക്കുന്ന രീതിയിലേക്കുള്ള വലിയ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് P ശശിയെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുള്ള ആരോപണമെന്ന് അടിവരയിട്ട് പറയുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയിരിക്കുന്നു. അത് കൃത്യമായി തന്നെ പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കുന്നു, CPMനെ പ്രതിരോധത്തിലാക്കുന്നു. പക്ഷേ സംരക്ഷണ കവചം ഒഴുക്കി ഇപ്പോഴും മുഖ്യമന്ത്രി തുടരുമ്പോഴും മുഖ്യമന്ത്രിക്കും വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ഈ വിവാദം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ഈ P ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്ത പുറത്തു വരുന്നു. അതിനുശേഷമുള്ള CPM സംസ്ഥാന സമിതിയിൽ ഈ കാര്യങ്ങൾ ആദ്യം മുതൽ തന്നെ P ജയരാജൻ മുന്നോട്ട് വെച്ചിരുന്നു. ഇത്തരമൊരു
തീരുമാനം മുന്നോട്ട് പോയാൽ അത് വലിയ രീതിയിലുള്ള അപകടമുണ്ടാകും, അത് തിരുത്താൻ പറ്റാത്ത രീതിയിലേക്ക് പോകുമെന്ന് അന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ സമയം മുതൽ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ഒരു യുദ്ധം ഈ രണ്ടു നേതാക്കൾ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഇതിനുശേഷമുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഓരോ നീക്കങ്ങളും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനുണ്ടാകുന്ന ഓരോ വീഴ്ചകളും കൃത്യമായി തന്നെ ചർച്ചയാക്കി പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പോർമുഖം തുറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഏറ്റവും വലിയ വിവാദത്തിലേക്ക് ADGP ഉൾപ്പെടെയുള്ള ആളുകളെ അതിലേക്ക് വലിച്ചഴച്ചുകൊണ്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതിലും കണ്ണൂർ രാഷ്ട്രീയം വീണ്ടും മാറ്റത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം EP ജയരാജൻ അടക്കമുള്ള ആളുകൾക്കെതിരെ ഉണ്ടാകുന്ന നടപടി, പാർട്ടി അണികൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നം, ഈ ഒരു പുതിയ സാഹചര്യത്തിൽ EP ജയരാജനെതിരെ നടപടി എടുത്തതിന് ശേഷമുള്ള പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ അത് ഏറെ ശ്രദ്ധയോടെ തന്നെ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത്തരം ഒരു വലിയ രാഷ്ട്രീയ നീക്കം കണ്ണൂർ കേന്ദ്രീകരിച്ച് നടക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എതിരായി നടക്കുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഈ ഏകാധിപത്യ നടപടിയിൽ മുന്നണിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അമർഷമുണ്ട്, അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ അമർഷമുണ്ട്. അതിനെല്ലാം തന്നെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ആ ഒരു അതൃപ്തിയെല്ലാം തന്നെ മുതലെടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഇപ്പോൾ പുതുതായി നടന്നു വരുന്നത്. പ്രദീപ്, ഇത്രയും ഗൗരവമായ വാർത്ത ആയതുകൊണ്ട് അരുണിനെ വെളുപ്പിനെ എഴുന്നേൽപ്പിച്ച് ഈ ലൈവിന് വരണം എന്ന് പറഞ്ഞതാണ്. അതിന്റെ ഒരു ദേഷ്യം അരുണുണ്ടെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് ഒന്നും പറഞ്ഞില്ല. നമസ്തേ അരുൺ കൊടുങ്ങൂർ, ഗുഡ് മോർണിംഗ്. അരുണിലേക്ക് വരാം. ഒരിക്കൽ കൂടി ശ്രീജിത്തിലേക്ക് ഒന്ന് പോയി വരാം. ശ്രീജിത്ത്, വളരെയധികം മാനങ്ങളുള്ള, വളരെയധികം മുഖങ്ങളുള്ള, വളരെയധികം ഡയമെൻഷൻസ് ഉള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ശ്രീജിത്ത് പുറത്തുവിടുന്നത്. ഇതിൽ രണ്ട് ഭാഗങ്ങളാണ് അരുണും ചൂണ്ടിക്കാട്ടിയത്. ആദ്യത്തേത് EP ജയരാജനെതിരായ പരാതി, EP ജയരാജന്റെ റിസോർട്ട് ബന്ധം, ആ റിസോർട്ട് ബന്ധം, അതിനെ തുടർന്നുണ്ടായ BJP നേതാക്കളുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ച, അതിനുശേഷം ആ പരാതി ചർച്ച ചെയ്തിരുന്നു സമിതിയിൽ. EP ജയരാജൻ അന്ന് രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് വീണ്ടും ഈ കാര്യത്തിൽ പാർട്ടി എന്ത് നടപടി എടുത്തു എന്നുള്ള ചോദ്യവുമായി P ജയരാജൻ വീണ്ടും സംസ്ഥാന സമിതിയിൽ എത്തുന്നു. തീർന്നില്ല. അതിന് തൊട്ടു പിന്നാലെയാണ് EP ജയരാജന്റെ സ്ഥാനമൊഴിയലോ പുറത്താക്കലോ എന്താണെന്ന് വെച്ചാൽ CPM-ൽ രാജി ഇല്ല എന്നാണ് വൈപ്പ്. ഞാൻ രാജി വെച്ചാലും ആ രാജി സ്വീകരിക്കില്ല, എന്നെ പുറത്താക്കും. അത് CPM-ന്റെ ഒരു രീതിയാണ്. രണ്ട്, ഇപ്പോൾ ഇതാ വളരെ അപ്രതീക്ഷിതമെന്ന് നമുക്ക് തോന്നാവുന്ന, എന്നാൽ വളരെ കാലമായി വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് തൊടുക്കുന്ന അടുത്ത അസ്ത്രം ആണ് P ശശിക്ക് നേരെ. അതും തടുക്കാനാവാത്ത വിധം മറ്റൊരു വിശ്വസ്തനെ കൊണ്ട്, PV അൻവർ എന്നുള്ള വിശ്വസ്തനെ കൊണ്ട് മറ്റൊരു അസ്ത്രം എയ്യുന്നു, മറ്റൊരു പോർമുഖം തുറക്കുന്നു. വളരെ ആസൂത്രിതമായിട്ടാണല്ലോ P ജയരാജന്റെ നീക്കങ്ങൾ. കാര്യം, ഒരു കാര്യം വ്യക്തമാണ്, നമുക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് മാത്രമല്ല കണ്ണൂരിലെ യാഥാർത്ഥ്യം അറിയാവുന്നവർക്ക് മനസ്സിലാകാവുന്നത്, ശ്രീ പിണറായി വിജയനുള്ളതിനേക്കാൾ ജനസമ്മതി പാർട്ടിയിൽ, ഉറച്ച പാർട്ടി അണികളിലും പാർട്ടി വിശ്വാസികളിലും പാർട്ടി സഹയാത്രികരിലും P ജയരാജനുണ്ട്. അതിന് കാരണം ഒന്നേ ഉള്ളൂ. വ്യക്തിപരമായ ഒരു താരതമ്യത്തിന് ഞാൻ മുതിരുന്നില്ല, പക്ഷെ അതിനൊരു കാരണം എന്ന് പറയുന്നത് P ജയരാജനും അടിയുറച്ച പാർട്ടിക്കാരനാണ്. P ജയരാജൻ പാർട്ടിക്ക് വേണ്ടി ജീവനും ജീവിതവും സമർപ്പിച്ച ആളാണ്. P ജയരാജൻ എന്നും ഏറ്റവും താഴെ തട്ടിലുള്ള പാർട്ടി അണികൾക്കൊപ്പം നിൽക്കും എന്നുള്ള ഉറച്ച വിശ്വാസം. അതാണ് P ജയരാജനെ കുറിച്ച് വാഴ്ത്തുപാട്ടുകളും വീഡിയോയും ഒക്കെ ഇറങ്ങാൻ ഇടയാക്കിയത്. പോരാട്ടത്തിന് നിറയെ പേരും അദ്ദേഹത്തിന് പിന്നിൽ. അതെ, പോരാട്ടത്തിന് നിറയെ പേരും. ആ പോരാട്ടത്തിന് അണിനിരന്നവരെയും P ജയരാജനെ അടക്കം പാർട്ടി ശാസിക്കുന്നു. വ്യക്തിപൂജ പാടില്ല എന്ന് വ്യക്തമാക്കുന്നു. പിന്നാലെ മുഖ്യമന്ത്രിയുടെ ചിത്രം മാത്രം വെച്ച് നാട് നീളെ ഫ്ലക്സും പോസ്റ്ററും വരുന്നു. സർക്കാരിൻ്റെ പേര് ഇടതുമുന്നണി സർക്കാർ എന്നല്ലാതാകുന്നു. ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ആയി മാറുന്നു. അപ്പോഴും വ്യക്തിപൂജ പാടില്ല എന്ന് പറഞ്ഞ് P ജയരാജനെ ഒരു മൂലയ്ക്ക് ഇരുത്തുന്നു. തീർന്നില്ല. കോൺഗ്രസ് വിട്ട് അവിടേക്ക് ചെന്ന ശോഭന ജോർജ് വഹിച്ചിരുന്ന തസ്തിക, ശോഭന ജോർജിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ആ തസ്തികയിൽ കൊണ്ട് P ജയരാജനെ ഇരുത്തുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒതുക്കി എന്ന വിശകലനം വന്നു. ഒടുവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വടകരയിൽ കൊണ്ട് നിർത്തുന്നു, നന്നായി തോൽപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് ഒരുപക്ഷെ പൊതുജനവും രാഷ്ട്രീയ നിരീക്ഷകരും കരുതിയത് P ജയരാജന്റെ രാഷ്ട്രീയ ഭാവി, പ്രത്യേകിച്ചും CPM-ലുള്ള ഭാവി തീർന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഇത് P ജയരാജൻ കരുത്തനായി തിരിച്ചടിക്കുന്നു എന്നുണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിൽ വളരെ വിശദമായ
ചർച്ചയുണ്ട്, പാർട്ടി അണികളിൽ, പാർട്ടി കുടുംബങ്ങളിൽ ചർച്ചയുണ്ട്. ഇപ്പോഴത്തെ സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പല സമീപനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ കൃത്യമായ അമർഷം പാർട്ടിക്കുള്ളിലുണ്ട്. മാത്രമല്ലല്ലോ, ആരോപണങ്ങൾ എത്രയധികമാണ് ഉയരുന്നത്. ഒന്നാം പിണറായി സർക്കാർ എന്ന് അവർ വിളിക്കുന്ന ആദ്യ LDF സർക്കാർ കാലം മുതൽ തന്നെ എത്രയധികം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ ആരോപണങ്ങൾ നേരിടേണ്ടി വന്ന ഒരു ഗതികേടിലേക്ക് മന്ത്രിസഭ മാറുന്നു. ഒരു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുന്നു. അതിനുശേഷവും അദ്ദേഹം ശൈലി മാറ്റുന്നില്ല. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ CPM-ൽ ആളില്ല എന്നുള്ളതായിരുന്നു സത്യം. അത് മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും പലവട്ടം പറഞ്ഞതാണ്. ആരും അദ്ദേഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ പാർട്ടി വേദികൾ, പാർട്ടി സമിതികൾ, സംസ്ഥാന സമിതിയിൽ അടക്കം പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ രീതി തെറ്റാണ്, മുഖ്യമന്ത്രിയുടെ ശൈലി തെറ്റാണ്, ഇത് പാർട്ടിക്കും മുന്നണിക്കും ദോഷം ചെയ്യും എന്നുള്ളത് ആരും പറയാൻ തയ്യാറാവുന്നില്ല. ഒരുപക്ഷെ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാനുള്ള പുറപ്പാടിലാണോ P. ജയരാജൻ? ശ്രീജിത്ത്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കാനുള്ള കാര്യം, PV അൻവർ ആരോപണം ഉന്നയിക്കുന്നത് പിണറായി വിജയന് എതിരെയല്ല. അൻവർ ആരോപണം ഉന്നയിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് പിതാവിന് തുല്യമാണ് ഞാൻ പിണറായി വിജയനെ കാണുന്നത്, ആ സ്നേഹത്തോടെയാണ് താൻ പിണറായി വിജയനെ കാണുന്നതെന്നാണ്. പക്ഷെ അദ്ദേഹം ഉന്നയിക്കുന്നത് ആഭ്യന്തര വകുപ്പിനെതിരെയാണ്. അപ്പോഴാണ് ആ ചോദ്യം പോയി നിൽക്കുന്നത്, ആർക്കെതിരെയാണ് ഈ പ്രധാനപ്പെട്ട ഈ ആരോപണം എത്തുന്നതെന്നാണ്. അപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം ആഭ്യന്തര വകുപ്പിലെ മുഴുവൻ അധികാരവും നിലവിൽ കൈയാളുന്ന P. ശശിയിലേക്കാണ്. P. ശശി കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പ്രധാന എതിരാളി P. ജയരാജനായിരുന്നു. പക്ഷെ ഇപ്പോൾ ജയരാജനെ കാട്ടി ജൂനിയറായ P. ശശിയാണ് നിലവിൽ ആഭ്യന്തര വകുപ്പിന്റെ മുഴുവൻ അധികാരങ്ങളും കൈയാളുന്നത്. ഇതിനെതിരെയുള്ള ഒരു തിരിച്ചടിയാണ് നിലവിൽ P. ജയരാജൻ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത് വരുന്നത് പാർട്ടി സമ്മേളനങ്ങളാണ്. ഈ പാർട്ടി സമ്മേളനങ്ങളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആകുക എന്നതാണ് P. ശശിയുടെ ആദ്യത്തെ ലക്ഷ്യം. അതിനുശേഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അത് തലശ്ശേരി സീറ്റ് ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. അത്തരത്തിൽ വീണ്ടും കണ്ണൂരിൽ കരുത്തനാകാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ P. ശശി നടത്തി വരുന്നത്. പക്ഷെ ഇതിനെ പൂർണ്ണമായും തിരിച്ചടി നൽകുകയാണ് ജയരാജന്റെ ലക്ഷ്യം. P. ജയരാജന്റെ ലക്ഷ്യം. കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്, മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണ്ണൂരിൽ P. ജയരാജൻ വളരാൻ ശ്രമിച്ചപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും കണ്ണൂരിൽ കരുത്തനാകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് P. ജയരാജനെതിരെ EP ആരോപണം ഉന്നയിക്കുകയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പരാതി നൽകുകയും ചെയ്തത്. അത് പ്രധാനപ്പെട്ട കാര്യം ഈ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. വൈദേകം റിസോർട്ട് EP-യെ വളരെയധികം കുരുക്കിലാക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. EP-യുടെ പ്രധാനപ്പെട്ട ഇമേജിനെ തന്നെ, കണ്ണൂരിലെ സ്വാധീനത്തെ തന്നെ തകർക്കുവാൻ വേണ്ടി ഈ ആരോപണം EP മുതലാക്കുകയായിരുന്നു. കാരണം അത് അണികൾക്കെല്ലാം വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചിരുന്നു. കാരണം ഈ തൊഴിലാളി വർഗ പാർട്ടിയിലെ ഒരു നേതാവ് റിസോർട്ടിന് വേണ്ടി കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കുന്നു, അതിന്റെ ലാഭം കൊയ്യുന്നു. അത്തരത്തിലുള്ള ആരോപണം പൂർണ്ണമായി തന്നെ കണ്ണൂരിൽ EP-യെ തളർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു നിലവിൽ P. ശശി നിലവിൽ കണ്ണൂരിലെ ശക്തി കേന്ദ്രമായി വളരാൻ ശ്രമിക്കുന്നത്. അതിനെ പൂർണ്ണമായി എതിർക്കുവാൻ വേണ്ടിയാണ് P. ജയരാജന്റെ തയ്യാറെടുപ്പ്. കാരണം പിണറായി കഴിഞ്ഞാൽ ഈ P. അൻവറിന് ഏറ്റവും അടുപ്പമുള്ളത്, കണ്ണൂരിലെ ഏറ്റവും അടുപ്പമുള്ള വ്യക്തി ഇത്തരത്തിൽ ജയരാജനാണ്, P. ജയരാജനാണ്. അതിനാൽ തന്നെയാണ് PV അൻവറിനെ ഇറക്കി ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ ആരോപണങ്ങളൊന്നും PV അൻവർ മുഖ്യമന്ത്രിക്കെതിരെയല്ല പറയുന്നത്, P. ശശിയുടെ പേരെടുത്തു പറഞ്ഞാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിലൂടെ തന്നെ വ്യക്തമാണ് ആരെയാണ് PV അൻവർ ലക്ഷ്യം വെച്ചത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൂടുതൽ രക്ഷാപ്രവർത്തനമാണല്ലോ എല്ലായിടത്തു നിന്നും. മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ എത്രയധികം പേരാണ് ഇങ്ങനെ ലൈനിൽ നിൽക്കുന്നതെന്നാണ്. ഒരിക്കൽ കൂടി അരുൺ കൊടുങ്ങൂരിലേക്ക് കൂടി പോവാം. അരുൺ, ഇനി അറിയേണ്ടത് MV ഗോവിന്ദന്റെയൊക്കെ മറുപടി എന്തായിരിക്കും എന്നത് കൂടിയാണ്. പിണറായിക്ക് ശേഷം ആരാണ് എന്നുള്ള യുദ്ധം അവിടെ തുടരട്ടെ. സംസ്ഥാന സെക്രട്ടറി എന്ത് പറയും? തീർച്ചയായും രക്ഷാപ്രവർത്തനം അത് പൊതുജന മധ്യത്തിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നേരത്തെ പ്രദീപ് വിശദീകരിച്ച പോലെ തന്നെ ഈ കണ്ണൂരിൽ P. ജയരാജനെ ഒഴിവാക്കി എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയിൽ ഇല്ലായ്മ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെയെല്ലാം കരുതുന്ന ഒരു സ്ഥലത്തു നിന്നാണ് P. ജയരാജൻ വീണ്ടും അതിശക്തനായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട്, സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട്, സംസ്ഥാനത്തെ പോലീസ് സേനയെ തന്നെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അദ്ദേഹം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം. നമുക്കറിയാം സുജിത് ദാസിന്റെ ആ ഒരു ഓഡിയോ
എത്രമാത്രം പൊതുജനം മധ്യത്തിൽ CPM-ന് അതോടൊപ്പം തന്നെ പാർട്ടി സർക്കാരിന് അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിന് എത്രത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വലിയ ചർച്ചകൾ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞു എന്നുള്ളൊരു സംവിധാനങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരും ദിവസങ്ങളിലും ഈ പോർമുഖം തുറന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഈ PV അൻവർ നേരിട്ട് പാർട്ടി നേതൃത്വത്തെ കാണുന്നു, അതോടൊപ്പം തന്നെ കൃത്യമായ പരാതികൾ നൽകുന്നു എങ്കിൽ പോലും ആ വിഷയം ഒരു വശത്ത് നിൽക്കുമ്പോൾ കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ കൃത്യമായ രീതിയിലുള്ള പ്ലാനുമായി കൃത്യമായ രീതിയിലുള്ള പദ്ധതികളുമായി ഈ P ജയരാജൻ മുന്നോട്ട് പോകുന്നു. പുതിയ രാഷ്ട്രീയ സാഹചര്യമാണ്. നമുക്കറിയാം കണ്ണൂരിലെ ശക്തരായ നേതാക്കളെ ഒതുക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ ഒരു സമയത്ത് തന്നെയാണ് ഈ P ശശിക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ. മുന്നണിക്കുള്ളിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ശശിയുടെ പ്രവർത്തനത്തിൽ ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. വയനാട്ടിലെ CPI-യുടെ ജില്ലാ സെക്രട്ടറി ആ പ്രളയ സമയത്ത് പോലീസിന്റെ ഇടപെടലിനടക്കം നിശിതമായി വിമർശിച്ചുകൊണ്ട് പരസ്യമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം. അങ്ങനെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന അല്ലെങ്കിൽ പിണറായിയെ മുൻനിർത്തി ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ഈ P ശശിക്കെതിരെ കൃത്യമായ ആരോപണങ്ങൾ അത് മുന്നോട്ട് വെക്കുന്നു. ആ ആരോപണങ്ങളെല്ലാം തന്നെ തെളിയിക്കുന്ന രേഖകളെല്ലാം തന്നെ ഓരോന്നായി പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ ഈ ഒരു സമയത്ത് നോക്കേണ്ടതുണ്ട്. PV അൻവർ മാത്രമല്ല KT ജലീലും സമാനമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നു എന്നുകൂടി. അങ്ങനെ ഒരു കൃത്യമായ ഒരു അച്ചുതണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അത് കൃത്യമായി തന്നെ മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും കണ്ണൂർ രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാകും. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുന്നോട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതുതന്നെയാണ് നിലവിലുള്ള വിവാദങ്ങളും അതോടൊപ്പം തന്നെ നിലവിലുള്ള പ്രതിസന്ധികളും എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. പ്രദീപ്, അനു. ശരി, അരുണിലേക്കും ടീമിലേക്കും തിരികെ എത്താം. ഇനി ഒരു കാര്യം കൂടിയാണ് അരുണും ടീമും അന്വേഷിക്കേണ്ടത്. ഈ പറയുന്ന SP സുജിത് ദാസ് അല്ലേ, അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിന് പിന്നിലെ യഥാർത്ഥ സംഗതി എന്താണ്? അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ PV അൻവർ പുറത്തുവിട്ടത് എന്തിനാണ്? PV അൻവർ ADGP അജിത് കുമാറിനെ ലക്ഷ്യം വെച്ചത് എന്തിനാണ്? സാമൂഹിക മാധ്യമങ്ങളുടെ കാലത്ത് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ചോരുന്ന ഇക്കാലത്ത് ഇതധികം ഒളിച്ചു വെക്കാനാവില്ല. കരിപ്പൂരിൽ വർഷങ്ങളായി നടന്നു വന്നിരുന്ന സ്വർണ്ണ കള്ളക്കടത്തുമായി ഇതിന് ബന്ധമുണ്ടോ? സുജിത് ദാസ് എന്നുള്ള ഉദ്യോഗസ്ഥനെ തുടർച്ചയായി അവിടെ പോസ്റ്റ് ചെയ്തിരുന്നതിന് പിന്നിൽ ആരാണ്? സുജിത് ദാസും ADGP അജിത് കുമാറുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇക്കാര്യത്തിൽ എന്തെങ്കിലും ധാരണ പിശകുണ്ടായതുകൊണ്ടാണോ PV അൻവർ ADGPക്കെതിരെ തിരിഞ്ഞത്? ഇനിയും പുറത്തു വരാത്ത കാര്യങ്ങൾ സംസ്ഥാന പോലീസ് സംഘം അന്വേഷിച്ചാൽ പുറത്തു വരുമോ? അതോ ഇത് വീണ്ടും ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുമോ? CBI അന്വേഷണം വേണമെന്ന് ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. CBI അന്വേഷിക്കേണ്ടത് എന്താണ്? CBI ആണോ അന്വേഷിക്കേണ്ടത്? NIA കസ്റ്റംസിന്റെ സഹകരണത്തോടു കൂടി അന്വേഷിക്കണമോ? ഇത് എന്താ പറയുന്ന ഇതിന്റെ ഒരു അറ്റം മാത്രമാണ്, മഞ്ഞുമലയുടെ അറ്റം മാത്രമല്ല ഈ 3 പേരുകളും ഒരുപക്ഷെ കോമൺ ലിങ്ക് അല്ലെങ്കിൽ കോമൺ ആയിട്ട് എന്ത് വാർത്ത ഉണ്ടെന്ന് തിരഞ്ഞാൽ തന്നെ അറിയാൻ കഴിയും. യെസ്, അപ്പോൾ ആ കോമൺ ഫാക്ടർ തേടി പോകാൻ നമ്മുടെ എല്ലാ ലേഖകന്മാരോടും പറയുക. അത് കോഴിക്കോടും അന്വേഷിക്കണം, കൊച്ചിയിലും അന്വേഷിക്കണം, തിരുവനന്തപുരത്ത് രാജീവിന്റെ നേതൃത്വത്തിലും കൊച്ചിയിലെ ബീനാറാണിയുടെ നേതൃത്വത്തിലും ഈ അന്വേഷണം നമുക്കൊന്ന് തുടങ്ങി വയ്ക്കാം. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ശരി, നമുക്കിനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഒരു പ്രധാന അതിഥിയുമായി നമ്മൾ വേഗത്തിലെത്തും. ക്രിക്കറ്റ്. അതെ, ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇടവേള. ഇനി നമ്മുടെ സ്വന്തം ക്രിക്കറ്റ് വിശേഷം അല്ലേ? അതെ, കേരള ക്രിക്കറ്റ് ലീഗിൽ തലസ്ഥാനത്തിന്റെ സ്വന്തം ടീമായ ട്രിവാൻഡ്രം റോയൽസിന്റെ നായകൻ അബ്ദുൾ ബാസിദ് അദ്ദേഹമാണ് നമ്മളോടൊപ്പം പുത്തൻപിള്ളയിൽ അതിഥിയായി ചേരുന്നത്. വെൽക്കം അബ്ദുൾ ബാസിദ്, സ്വാഗതം. വളരെയധികം സന്തോഷം താങ്കൾ പുത്തൻപിള്ളയിൽ ജനം TV-യിൽ എത്തിയതിന്. അബ്ദുൾ ബാസിദ്, നമസ്തേ, ഗുഡ് മോർണിംഗ്, സ്വാഗതം. ജനം TV പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഇവിടെ അനുവും പ്രദീപ് പിള്ളയുമാണ്. ഗുഡ് മോർണിംഗ് സാർ. അപ്പോൾ നേരെ കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കളിയെക്കുറിച്ചൊക്കെ പിന്നെ ചോദിക്കാം. എങ്ങനെയുണ്ട് കേരള ക്രിക്കറ്റ് ലീഗ് അനുഭവം? IPL അനുഭവം ഉള്ള ആളാണ് അബ്ദുൾ ബാസിദ്. IPL ഇന്ത്യൻ ക്രിക്കറ്റിന് ഉണ്ടാക്കിയ ഉണർവ് ചില്ലറയല്ല. IPL കാരണം ഇന്ത്യൻ ക്രിക്കറ്റേഴ്സിന്, യുവതാരങ്ങൾക്ക് പ്രത്യേകിച്ചും അവർക്ക് ലഭിച്ച ഒരു ആത്മവിശ്വാസം, കളി എക്സ്പീരിയൻസ്, മാച്ച് എക്സ്പീരിയൻസ്, മാച്ച് പ്രാക്ടീസ് ഒക്കെ വളരെ വലുതാണ്. എങ്ങനെയുണ്ട് കേരള ക്രിക്കറ്റ് ലീഗ് തുടക്കത്തിലെ അനുഭവം? അതെ, കേരള ക്രിക്കറ്റ് ഭയങ്കര ആദ്യം തന്നെ വളരെ നമുക്ക് ഈ സന്ദർഭത്തിൽ ഏറ്റവും ഓർക്കാനുള്ളത് കേരള ക്രിക്കറ്റ് അസോസിയേഷനെയാണ്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ പ്ലേയേഴ്സിനും മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു ടൂർണമെൻ്റാണ് ഇപ്പോൾ ശരിക്കും റിയാലിറ്റി ആയേക്കണം. അപ്പോൾ
അതിൽ KCA ഇട്ടേക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ നമുക്ക് നന്ദി പറയാനുള്ള JS സാറുണ്ട്, വിനോദ് സാറ്, മച്ചാൻ സാറ്, നമ്മുടെ ശ്രീജിത്ത് സാർ. അപ്പോൾ ഇവരൊക്കെ ഇട്ടേക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് ഈ ടൂർണമെൻറ്റ് വരാനായിട്ട്. അപ്പോൾ അത് ഈ സമയത്ത് വന്നതിൽ ഇത്രയും ഗംഭീരമായിട്ട് നടത്തുന്നതിൽ നമുക്ക് കാണുമ്പോൾ ഭയങ്കര അധികം സന്തോഷമുണ്ട്. ഇപ്പോൾ 2 മാച്ച് കഴിഞ്ഞു. ആ 2 മാച്ചിലും നമുക്ക് ശരിക്കും IPL പോലെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇത് കാണുമ്പോൾ. ഇപ്പോഴത്തെ കളിയിലേക്ക് വരാം. ആദ്യത്തെ കളി ജയിച്ചു, ഇന്നലെ തോറ്റു. 2 കളികളിൽ നിന്ന് എന്താണ് പഠിച്ചത്? രണ്ട് കളികളിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം നമുക്ക് അറിയാം ക്രിക്കറ്റാണ്. അപ്പോൾ എല്ലാ കളിയും നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരണം എന്നില്ല. അപ്പോൾ നടക്കുന്നു. ഇപ്പോൾ ആദ്യത്തെ മാച്ചിലാണെങ്കിലും രണ്ടാമത്തെ മാച്ചിലാണെങ്കിലും നമുക്ക് ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ 2 കാര്യങ്ങൾ നടന്നതിൽ വലിയ എന്താ പറയുക കുറേ സന്തോഷമുണ്ട്. കാരണം ഈ ടൂർണമെൻറ്റ് വലിയൊരു ജേർണിയാണ്. അപ്പോൾ കുറേ ദൂരം പോകാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ 2 എക്സ്പീരിയൻസും കിട്ടുന്ന ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് എന്താണ് ടീമിൽ കുറവ്, എന്താണ് നമ്മുടെ ടീമിൽ ലാക്ക് ചെയ്യുന്നത്, അപ്പോൾ അതെല്ലാം നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ നമുക്കത് തിരുത്തി ഇനി ടൂർണമെൻറ്റിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളതിനുള്ള നല്ലൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം കിട്ടിയത്. തോറ്റെങ്കിലും രണ്ടാമത്തെ കളിയിലും ഒരുപക്ഷെ ട്രിവാൻഡ്രത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് ബാസിദാണ്. ആദ്യത്തെ കളിയിലെ ബോളിങ്ങും ബാറ്റിങ്ങും അല്ലേ? 12 റൺസ്, ഓൾറൗണ്ടർ ആണെന്നുള്ളത് 5 വിക്കറ്റ്. ഇനി ഓൾറൗണ്ടർ ആണോ എന്ന് ചോദിക്കരുത്. ബാസിദ് ആദ്യത്തെ കളിയിൽ എത്ര സിക്സ് ആണ്? കാരണം ഒരു ടീമിൽ എപ്പോഴും നമുക്ക് ഇല്ല, പറഞ്ഞോളൂ. ഞാൻ എത്ര സിക്സ് അടിച്ചു എന്ന് ചോദിക്കുമായിരുന്നു അനുവിനോട്. പറയൂ ബാസ്. ഓക്കെ എന്നുവെച്ചാൽ ടീമിന് എപ്പോഴും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ, നമുക്ക് ടീമിന് എന്താണ് ആവശ്യം ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റോളാണ് ഓൾറൗണ്ടർ. അപ്പോൾ എപ്പോഴും 2 കാര്യങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകാൻ നോക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്ത് ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ടീമിന് വേണ്ടി ഇപ്പോൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യവും. ടീമിനെ വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം. അപ്പോൾ ഒരുപാട് അതിനെപ്പറ്റി ഒന്നും അധികം ചിന്തിക്കാറില്ല. ഉണ്ടാവില്ലേ ബാസിദ്? ഇന്നലെ ബാസിദ് നിന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ക്രീസിൽ തുടരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കളി ജയിക്കുമായിരുന്നു എന്ന് തോന്നിച്ചിരുന്നു. 31 പന്തിൽ 45 റൺസ്. അതെ, ടീമിനെ ജയിപ്പിക്കാൻ തന്നെയായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഏത് സിറ്റുവേഷൻ കിട്ടിയാലും നമ്മൾ അത്രയും കഷ്ടപ്പെട്ടതുണ്ട്. പല സിറ്റുവേഷൻ കളിച്ച് നമുക്ക് ശീലമുണ്ട്. അപ്പോൾ ടീമിനൊരു ആവശ്യം വരുമ്പോൾ നമ്മളവിടെ ചെയ്യണമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും കടമ. അതിനാണ് നമ്മളിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയേക്കുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ടീമിൽ ജയിപ്പിക്കാനായിട്ട് എല്ലാവരും നമുക്ക് ഒരു അത്ര വേഴ്സ് സിറ്റുവേഷനിൽ നിന്ന് നമ്മുടെ ഇപ്പോൾ അഖിൽ MS-ൻ്റെ കൂടെ അപ്പോൾ അത്ര നല്ലൊരു പാർട്ണർഷിപ്പ് കളിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിപ്പോഴും അത് തന്നെയായിരുന്നു. നമുക്ക് ഏത് നിമിഷവും ജയിപ്പിക്കാൻ ഞങ്ങൾ 2 പേരും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ജയിപ്പിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആരെങ്കിലും ഒരാൾ റിസ്ക് എടുത്തേ പറ്റുള്ളൂ. ആ സമയത്ത് നമുക്ക് ഒരിക്കലും ഫുള്ള് ഒരു ഓവറിൽ ഇങ്ങനെ സിംഗിൾ സിറ്റ് ഒന്നും നമുക്ക് ഒരിക്കലും ആ സ്കോർ എത്തിപ്പോവില്ല. അപ്പോൾ ഒരാൾ ട്രൈ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി കൊണ്ടില്ല. പക്ഷേ ഉണ്ടെങ്കിൽ എന്തായാലും ജയിപ്പിച്ചേനെ. സംസാരിക്കുമ്പോഴൊക്കെ ഈ സഞ്ജു സാംസണെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ആ ഒരു ശൈലിയിലാണോ എന്ന് തോന്നിപ്പിക്കും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന ചിത്രങ്ങൾ അത് രാജസ്ഥാൻ റോയൽസിൽ ബാസിദ് കളിച്ചപ്പോഴുള്ളതാണ്. അതെ, തീർച്ചയായും. കാരണം വെൽക്കം ടു ദ ഫാമിലി എന്ന് പറഞ്ഞിട്ടാണ് സഞ്ജു ബാസിദിനെ ഉൾപ്പെടെ അങ്ങേക്ക് അവിടേക്ക് എടുത്തത് എന്നൊക്കെ നേരത്തെ കേട്ടിരുന്നു. അതെ, വളരെയധികം സന്തോഷമുണ്ടായ നിമിഷമാണ്. കാരണം ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എന്താ പറയുക മുന്നോട്ടുള്ള ഒരു അടുത്തൊരു ലെവലാണത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു ആ കിട്ടിയ സമയം. അപ്പോൾ ചേട്ടൻ വിളിച്ചു ഇങ്ങനെ സംസാരിച്ചപ്പോൾ വെൽക്കം ടു ഫാമിലി എന്നൊക്കെ പറഞ്ഞപ്പോൾ കിട്ടിയൊരു കോൺഫിഡൻസ് ഭയങ്കരമാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കൂടുതൽ എനിക്ക് അവിടുത്തെ പ്രാക്ടീസ് സെഷൻ സിസ്റ്റം കിട്ടിയത്. അപ്പോൾ ടീമിൻ്റെ അറ്റ്മോസ്ഫിയറിന് ഉപരി കൂടുതൽ എനിക്ക് അവിടെ എൻജോയ് ചെയ്യാൻ സാധിച്ചത് അവിടുത്തെ പ്രാക്ടീസ് സെഷനാണ്. അപ്പോൾ സുബിൻ എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു അവിടെ. സുബിൻ സാറിൻ്റെ കൂടെ കിട്ടിയ ഒരു 2 മാസത്തോളം ആ സെഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണം എന്താണെന്ന് ചോദിച്ചാൽ സാറിൻ്റെ കൂടെയുള്ള കുറച്ച് പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരുന്നു. അതാണ് കൂടുതൽ മിസ് ചെയ്യുന്നത്.
പിന്നെ യെസ്, നമ്മുടെ ടീമിന്റെ വൈബ് അത് ഭയങ്കരമാണ്. കാര്യം സഞ്ജു ചേട്ടൻ ആ ടീമിനെ കൊണ്ടുപോകുന്ന രീതി നമുക്ക് കണ്ടാൽ ഭയങ്കര അധികം എന്താ പറയാ, നമുക്ക് അവിടെ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ അതാണ്. ഭയങ്കര ഒരു പ്രത്യേക ഒരു വൈബാണ് ആ ടീമിൽ. കാര്യം എല്ലാവരും ഒരേ രീതിയിലാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ റെസ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ബാസിത്തിന് പുറമെ ആസിഫ് കൂടി കേരള നിരയിൽ നിന്ന് എത്തിയിരുന്നു കൂടെ രാജസ്ഥാൻ റോയൽസിലേക്ക്. അപ്പോൾ രാജസ്ഥാൻ റോയൽസ് ഇനി നമ്മൾ പൂർണ്ണമായും ഒരു കേരള ടീമാക്കി മാറ്റുമോ ബാസിത്? നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ പ്രതീക്ഷിക്കേണ്ടത്? നമുക്ക് ആഗ്രഹിക്കാന്നുള്ളൂ അത്, പക്ഷെ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. അല്ല, നമ്മൾ ഈ കേരള ക്രിക്കറ്റ് ലീഗൊക്കെ ഉള്ളത് കൊണ്ട് വലിയ പ്രതീക്ഷയാണ്. കാരണം വലിയ രീതിയിലുള്ള അനുഭവങ്ങൾ ഇതിലൂടെ കിട്ടും, വലിയ എക്സ്പോഷറാണ്, കൂടുതൽ അവസരങ്ങൾ ലഭിക്കും, ശ്രദ്ധിക്കപ്പെടും. അതെ അതെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ പോലെ KCA ഇപ്പോൾ എടുത്തേക്കുന്ന ഈ ടൂർണമെന്റ് ഇത് നടത്തുന്ന രീതി ഇതെല്ലാം ഭയങ്കര എക്സ്പോഷർ നൽകുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ IPL കളിച്ചവർ മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾക്കാണേലും ഇപ്പോൾ വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര അധികം എക്സ്പോഷറും അവർക്ക് മുകളിലേക്ക് പോകാനുള്ള ലെവൽ കുറച്ചുകൂടി എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയൊരു വലിയൊരു സംഭവം കൂടിയാണിത്. അപ്പോൾ ഇതിൽ പെർഫോമൻസ് ചെയ്യുന്നിടത്തോളം ചെയ്യുമ്പോൾ നമ്മുടെ വേൾഡ് വൈഡ് ആളുകൾ കാണുകയാണ്. ഇതിൻ്റെ സ്കൗട്ട്സ്, IPLന്റെ സ്കൗട്ട്സ് ഉണ്ടാവും ആ സ്റ്റേഡിയത്തിൽ. ഇവരെല്ലാവരും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു എക്സ്പോഷർ തന്നെയാണ്, വലിയൊരു ചാൻസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുക നല്ലതായിട്ട് എന്താ പറയുക, ഒരു 2-3 നല്ലൊരു ഇന്നിങ്സ് അല്ല നല്ല 2-3 സ്പെല്ല് ഇതൊക്കെ മതി ചിലപ്പോൾ ലൈഫ് മാറാനായിട്ട്. ബാസിത്ത് ഒരു ഓൾറൗണ്ടർ കൂടിയാണ്. ഒരു ഓൾറൗണ്ടർ ഐക്കണാകുമ്പോൾ ടീമിന് അത് നൽകുന്ന ഒരു മേൽക്കോയ്മ അല്ലെങ്കിൽ കോൺഫിഡൻസ് എത്രത്തോളമാണ്? ടീമിലിപ്പോൾ ഒരു ഓൾറൗണ്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടീമിലെ ഒരു മെയിൻ ഘടകമാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന സിറ്റുവേഷൻ ആണെങ്കിലും അവർ ചെയ്യേണ്ട പല ജോലികളുണ്ട്. ചിലപ്പോൾ ബാറ്റിങ്ങിലായിരിക്കും വരുന്ന സിറ്റുവേഷൻസ്, ബോളിങ്ങിൽ വരുന്ന സിറ്റുവേഷൻസ്, നമ്മുടെ ടീമിന് ആവശ്യം വരുന്ന രീതിയിൽ നമ്മളെപ്പോഴും പ്രിപ്പയർ ആയിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ടീമിന് വേണ്ടിയിട്ട് ഏത് സിറ്റുവേഷൻ കിട്ടുമ്പോഴും നന്നായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഏതൊക്കെ സിറ്റുവേഷൻ കിട്ടാം, ഏതൊക്കെ സിറ്റുവേഷനിൽ നമ്മൾ ഉഗ്രനായിട്ട് ചെയ്യേണ്ടി വരും, അതെല്ലാം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും അതിന് മുമ്പ് നമ്മൾ വർഷങ്ങളായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഓൾറൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ടീമിലൊരു മെയിൻ എന്താ പറയുക സ്ലോട്ട് എന്ന് പറയാം. അതിന് നമുക്ക് ഏത് സിറ്റുവേഷനിലും നല്ല ഓൾറൗണ്ടേഴ്സ് എപ്പോഴും ടീമിലുള്ളത് എന്നും ടീമിന് എപ്പോഴും ഗുണകരമാണ്. ഈ ചോദ്യത്തിന്റെ കൂട്ടത്തിൽ ചോദിക്കണം, കാരണം ബാസ് അത് നൈസായിട്ട് സ്ലിപ്പായി. കാരണം ഐക്കൺ എന്ന വിളി വന്നത് എങ്ങനെയെന്ന് കൂടി പറയാമോ? ഇല്ല, അത് പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓപ്ഷൻ്റെ അന്ന് ഇപ്പോൾ എന്തായാലും ടീമിൽ 6 ഓപ്ഷൻസിന് എന്തായാലും ടീമുകൾ ആദ്യം തന്നെ അനൗൺസ് ചെയ്യണം. അപ്പോൾ എനിക്കിതുപോലെ തന്നെ ഇത് ഇവരെ ടീമിൻ്റെ ലാസ്റ്റത്തെ ഒരു ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് മെസ്സേജ് വരുമായിരുന്നു, ഇതുപോലെ ഐക്കണായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്, താങ്കൾ അതിന് റെഡിയാണോ എന്നുള്ള രീതിയിൽ എനിക്കൊരു മെസ്സേജ് വന്നു. അപ്പോൾ അങ്ങനെയാണ് വളരെ ആദ്യം തന്നെ ഭയങ്കര സന്തോഷം തോന്നി. ഇങ്ങനെ ഒരു ടീമിൻ്റെ ആദ്യത്തെ KCL സീസണിൽ തന്നെ എനിക്ക് ഒരു ടീമിൻ്റെ ഒരു ഐക്കണാവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതന്നെ. തീർച്ചയായും ബാസിദിനെ കണ്ടതും നമ്മുടെ പ്രേക്ഷകർ വലിയ ആവേശത്തിലാണ്. ഒക്ടോബർ 9 ജന്മദിനം ആഘോഷിക്കുന്ന അബ്ദുൾ ബാസിദിന് ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മാസം ഉണ്ടെങ്കിലും. ശരി ബാസിദ്, കേൾക്കുന്നില്ല? നമുക്കൊരു ഇടവേള എടുത്ത് തിരിച്ചെത്താം ബാസിത്തിലേക്ക്. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ. പുത്തൻ പുലരി ഇന്നിങ്ങനെ വളരെ ടൈറ്റ് പാക്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അബ്ദുൾ ബാസിദ് തുടരുകയാണ് അതിഥിയായി. അനുവിന്റെ ചോദ്യം, അതെ ബാസിദ്, ചോദ്യം കേട്ടില്ല, പിറന്നാൾ ആശംസയും കേട്ടില്ല. അതെ, ഇടവേളയ്ക്ക് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞത് ബാസിദിലേക്ക് അത് എത്തിയില്ല. കാരണം ഞങ്ങളുടെ പ്രേക്ഷകർ ആഘോഷിക്കുകയാണ് ബാസിദിന്റെ വരവ്. ഒക്ടോബർ 9 ജന്മദിനം ആഘോഷിക്കുന്ന അബ്ദുൾ ബാസിദിന് ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ ജനപ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന്. അല്ല, എന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ല, അഡ്വാൻസ് പറഞ്ഞിരിക്കുകയാണ്. ഒക്ടോബർ 9 പ്രേക്ഷകർ പറയുന്നത്, ഞങ്ങൾ പറഞ്ഞതല്ല. ശരിക്കുള്ള ബർത്ത്ഡേ എന്നാണ്? ഓ അഡ്വാൻസ്. ഓ വലിയ സന്തോഷം, വലിയ സന്തോഷം. ഒരു മാസം മുമ്പ് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് നൽകിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അന്നിന് അബ്ദുൾ ബാസിന്റെ മുന്നിൽ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓ താങ്ക് യു സോ മച്ച്. ഓ
ശരി, ഇനി എത്രയും വേഗം ഇന്ത്യൻ ജേഴ്സിയിൽ കാണാനാണ് ഞങ്ങൾ ഇങ്ങനെ. അതെ 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 ഇതിൽ ഏറ്റവും റിമാർക്കബിൾ ആയി കണ്ട കാഴ്ച എന്ന് പറഞ്ഞത് അബ്ദുൽ ബാസിത്. ഇതിപ്പോൾ നമ്മുടെ സഞ്ജു സാംസനെ പോലെ തന്നെയാണ്. ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിക്കറ്റോ ഒരു സിക്സോ ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആർത്തട്ടഹസിക്കുന്ന താരങ്ങൾക്കിടയിൽ എടുത്തു നിൽക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ബാസിത്തിന്റെ വിനയമാണ്. അപ്പോൾ ശൗര്യവും ആ കില്ലർ ഇൻസ്റ്റിങ്ക്റ്റും ആഗ്രഷനും ഒക്കെ ഫീൽഡിലേക്കായി മാറ്റി വെച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാര്യം ഈ മുഖമല്ല ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കാണുന്ന അബ്ദുൽ ബാസിത്. അബ്ദുൽ ബാസിത് ജനൻ ടി വിയുടെ ഭാഗത്തു നിന്ന്, പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് അബ്ദുൽ ബാസിത്തിന്, ടീമിന്, ട്രിവാൻഡ്രം റോയൽസിന് എല്ലാവിധ ആശംസകൾ. ട്രോഫിയുമായി ട്രിവാൻഡ്രം റോയൽസിനെ കാണാൻ കഴിയട്ടെ. ഏറ്റവും പെട്ടെന്ന് അബ്ദുൽ ബാസിത്തിനെ ഇന്ത്യൻ ജേഴ്സിയിലും കാണാൻ കഴിയട്ടെ. അതെ, താങ്ക് യു സോ മച്ച്. വളരെ കേരള ക്രിക്കറ്റ് ലീഗ് അത് വലിയ ആവേശത്തോടു കൂടി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി തീപാറും മത്സരങ്ങൾ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇനിയൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. അപ്പോൾ നമ്മളിനി സമൂഹ മാധ്യമം എങ്ങനെ ചിന്തിക്കുന്നതെന്ന് പരിശോധിക്കാം അല്ലേ. സോഷ്യൽ സ്കൂപ്പ്. പ്രധാനമായും ഏതൊക്കെ വിഷയങ്ങളാണ് സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ ചർച്ചാ വിഷയമാകുന്നത്, ആക്ഷേപമാകുന്നത്, വിമർശനങ്ങൾക്കിടവരുത്തുന്നത് എന്നൊക്കെ നോക്കാം. ആദ്യത്തേത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ഇന്ത്യൻ കോമ്പസിന്റെ. യെസ്, IIT Delhi's Abu Dhabi campus formally opens with 52 students in inaugural batch എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അബുദാബിയിൽ UAE ആദ്യത്തെ IIT ക്യാമ്പസ് എന്ന വിശേഷണത്തോടു കൂടി അബുദാബിയിൽ IIT ക്യാമ്പസ് തുറന്നിരിക്കുകയാണ്. 52 വിദ്യാർത്ഥികളുമായി. അതിനൊപ്പമുള്ള കമന്റാണ് ശ്രദ്ധേയം. ബ്രാൻഡ് IIT is becoming global under the Modi government. വാസ്തവമാണ്. IIT-യിൽ പഠിച്ചിറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് വിദേശ സർവകലാശാലയിൽ പഠിച്ചു എന്നുള്ളത് അഭിമാനപൂർവ്വം പറഞ്ഞിരുന്ന ഒരു രാജ്യത്തിന്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗ്ലോബൽ ബ്രാൻഡ് ആകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇന്ത്യൻ കോമ്പസ്. അടുത്ത് നോക്കാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ സേവ്ഡ് ₹99,000 crore ഓഫ് ഫോറക്സ് റിസർവ്സ് ത്രൂ എത്തനോൾ ബ്ലെൻഡിംഗ് ഇൻ ഫ്യൂൽ. 17.3 million metric tons of crude substituted, 51.9 million tons of CO2 emissions, carbon dioxide emissions averted. അതെ, ഇത് പ്രഖ്യാപിച്ചതും കേന്ദ്രമന്ത്രി ഹർദീപ് പുരിയാണ്. ഹർദീപ് പുരി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വിഷണറി മിനിസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് തന്നെയാണ് ടൈംസ് അൽജിബ്ര ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് പലവട്ടം ചർച്ചയായ പലവട്ടം വാർത്തയായ ഒരു സംഗതിയാണ്, നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, റഷ്യയുമായിട്ടുള്ള ആ എണ്ണക്കരാർ. റഷ്യ യുക്രൈൻ യുദ്ധകാലത്ത് പടിഞ്ഞാറൻ രാഷ്ട്രങ്ങൾ, യൂറോപ്പും US അടക്കമുള്ളവർ റഷ്യയുമായുള്ള കച്ചവടം നിർത്തിയപ്പോൾ, അല്ലെങ്കിൽ നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി നിർത്തിയപ്പോൾ ഭാരതം അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുകയും അതും ഡിസ്കൗണ്ടഡ് റേറ്റ് ഉണ്ട്, കുറഞ്ഞ നിരക്കിൽ ഇറക്കുമതി ചെയ്യുകയും ഇവിടെ പ്രോസസ്സ് ചെയ്ത് വേണ്ട രാഷ്ട്രങ്ങൾക്ക് കയറ്റി അയക്കുകയും ചെയ്തതിലൂടെ അതിലെയും ഏറ്റവും സൂക്ഷ്മ അല്ലെങ്കിൽ കൂർമ്മ ബുദ്ധി ഇതാണ്, ഈ മനുഷ്യനാണ് ഹർദീപ് പുരി. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞു സർക്കാർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് എത്തനോൾ ഡിസ്റ്റിലറികളിലേക്കുള്ള അരി സപ്ലൈ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൂഡിന് പകരം എത്തനോൾ മിക്സ് ചെയ്യുന്നു ഫ്യൂവലിന്. 2 ഗുണമാണുള്ളത്. ഒന്ന്, വൻതോതിൽ പണം ലാഭം, അത്രയും കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി. 2, എമിഷൻ, ഈ മലിനീകരണം വലിയ തോതിൽ കുറയുകയും ചെയ്യുന്നു. ആ തുക തന്നെ അത് സംസാരിക്കുന്നു. 99,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം റിസർവ്സ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അഞ്ജു പാർവതി പ്രഭീഷ് കഴിഞ്ഞ ദിവസം ഡിബേറ്റിലും നമ്മുടെ അതിഥിയായിരുന്നു, പാനലിസ്റ്റ് ആയിരുന്നു. ശ്രദ്ധേയമാകുന്നത് എപ്പോഴും അഞ്ജു പാർവതി പ്രഭീഷിനെ ശ്രദ്ധിക്കപ്പെടുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തുന്ന വളരെ ശ്രദ്ധേയമായ ഇടപെടലുകൾ, വളരെ ഷാർപ്പായിട്ടുള്ള പോസ്റ്റുകൾ. ഇത് തമാശയും കളിചെറിയും ഒന്നുമല്ല, വളരെ ഷാർപ്പായിട്ട് പലരും പറയാൻ മടിക്കുന്ന, പലരും മനസ്സിൽ ആലോചിക്കുന്ന അല്ലെങ്കിൽ ആലോചിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ വളരെ കൃത്യമായി ധൈര്യപൂർവ്വം പോസ്റ്റ് ചെയ്യുന്ന. ഇത്തവണ എടുത്തിരിക്കുന്ന വിഷയം ചേർത്തലയിൽ നവജാത ശിശുവിനെ കൊന്നതിന്റെ പേരിൽ അമ്മയും കാമുകനെയും അറസ്റ്റ് ചെയ്തെന്ന വാർത്ത കണ്ടു. 2 ആളുടെയും ചിത്രമുണ്ട്, പേരും വീട്ടു നമ്പറും TC നമ്പറും സർവേ നമ്പർ ഉൾപ്പെടെ ഉണ്ട്. കൊടും പാതകം ചെയ്ത 2 എണ്ണം അല്ലേ? അപ്പോൾ ലോകം മുഴുവൻ കാണേണ്ടതല്ലേ എന്നൊരു ചോദ്യം വരും. ചോദ്യം കൃത്യമാണ്. പക്ഷെ തിരികെ ഒരു ചോദ്യം ചോദിക്കട്ടെ. സമാനമായൊരു സംഭവം കൊച്ചിയിൽ നടന്നിരുന്നല്ലോ. ഫ്ളാറ്റിൽ നിന്നും വലിച്ചെറിയപ്പെട്ട ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മൃതദേഹം.
എന്നിട്ട് അത് ചെയ്ത പെണ്ണിൻ്റെ പേരോ ഡീറ്റെയിൽസോ ചിത്രമോ ആരെങ്കിലും കണ്ടിരുന്നോ, ഏതെങ്കിലും മാധ്യമത്തിൽ ഉണ്ടായിരുന്നോ എന്നാണ് അഞ്ജു പാർവതി അതിന് കാരണവും അഞ്ജു തന്നെ ചൂണ്ടിക്കാട്ടുന്നു. അതിൻ്റെ പേരാണ് പ്രിവിലേജ്. പണവും പദവിയും രാഷ്ട്രീയ പിടിപാടുമുള്ള കുടുംബത്തിലെ പെണ്ണായതുകൊണ്ട് അവൾക്ക് പേരില്ല, ചിത്രവും ഇല്ല. മാധ്യമ ധർമ്മത്തെ തന്നെയാണ് പരിഹസിച്ചിരിക്കുന്നത് അഞ്ജു പാർവതി പ്രഭീഷ്. വ്യക്തമാണ്. അടുത്ത് നോക്കാം. വീണ്ടും ടൈംസ് ഓൾജിബ്രയുടെ മറ്റൊരു പോസ്റ്റിലേക്ക്, വാർത്തയിലേക്കാണ് നമ്മൾ എത്തുന്നത്. കാരണം ജോർജിയ മെലോനി, ഇറ്റലിയുടെ, ഒരുപക്ഷെ ഇറ്റലിക്ക് പുറത്ത് ജോർജിയ മെലോനി ഏറ്റവും അധികം ആഘോഷിക്കുന്നത് ഭാരതത്തിലായിരിക്കും. ഐ എം പ്രൗഡ് ടു ബി ദ എനിമി ഓഫ് ജോർജ് സോറസ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഐ എം ബാറ്റ്ലിംഗ് സോറസ് ഡിസൈൻസ് ഫോർ എ വേൾഡ് വിതൗട്ട് ബോർഡേഴ്സ് ആൻഡ് ഐഡന്റിറ്റീസ്. For Soros, I would be enemy of the EU, European Union. Europe's real enemies are those who speculate on misfortunes, finance, mass immigration, and destabilize entire populations. If fighting these drifts means being an enemy for Soros, I am proud to be one. Giorgia Meloni's old comments are again viral as they are relevant even today. ഇതിനുള്ളൊരു പശ്ചാത്തലം ഇതാണ്. ഒന്ന്, ജോർജ് സോറോസ് ആരെന്ന് അറിയണം. ഭാരതം അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ അസ്ഥിരത വരുത്താനായി വൻതോതിൽ ഫണ്ട് ചെയ്യുന്നു എന്ന ആരോപണം നേരിടുന്നയാൾ. ഭാരതത്തിലെ പ്രതിപക്ഷം അടക്കം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള നേതാക്കളും പാർട്ടികളും ഇദ്ദേഹത്തിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നു എന്നുള്ള ആരോപണം. ഭാരതത്തിലെ പല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് പല ഓൺലൈൻ മാധ്യമങ്ങളുടെയും ഫണ്ടിങ് നടത്തുന്നത് സോറോസ് ആണ് എന്നുള്ള ആരോപണവും അന്വേഷണവും നടക്കുന്നു. ഈ ഫണ്ടിങ് നടത്തുന്നത് ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ, നിലവിലുള്ള സർക്കാരിനെതിരായ കുപ്രചരണം, ക്യാമ്പയിനിങ് നടത്താനായിട്ട്, ഉണ്ടായിരുന്ന സർക്കാർ മടങ്ങി വരാതിരിക്കാൻ പരമാവധി ക്യാമ്പയിനിങ്ങും തെറ്റിദ്ധാരണയും സമൂഹത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനായി യത്നിക്കുന്ന, കഥകൾ മെനയുന്ന മാധ്യമങ്ങൾ, അവയ്ക്ക് ഫണ്ട് ചെയ്യുന്നത് ജോർജ് സോറോസ് ആണെന്ന് പറയുന്നത്. ജോർജ് സോറോസ് പറയുന്നതാട്ടെ അതിരുകൾ ഇല്ലാത്ത, ദേശീയതകൾ ഇല്ലാത്ത ഒരു ലോകമാണ് സോറോസിൻ്റെ സ്വപ്നം എന്നുള്ളത്. ഇതേ സ്വപ്നം തന്നെയാണ് ഭാരതത്തിലെ ചില അഭിനവ ഇടതുപക്ഷ നേതാക്കളും കണ്ടുകൊണ്ടിരുന്നത് കുറച്ചു നാൾ മുമ്പ്. അതുകൊണ്ട് തന്നെയാണ് നേഷൻ ഫസ്റ്റ് എന്ന് രാഷ്ട്രം പറയുമ്പോൾ, നേഷൻ ഫസ്റ്റ് എന്ന് ഭാരത സർക്കാർ പറയുമ്പോൾ, നേഷൻ ഫസ്റ്റ് എന്ന് ദേശീയവാദികൾ പറയുമ്പോൾ ഇവർ അതിനെതിരെ എന്തു ദേശീയത, ഈ ദേശീയതയല്ല, ലോകമേ തറവാട് എന്നുമല്ല പറയുന്നത്, ഗ്ലോബൽ വില്ലേജ് എന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കച്ചവടാടിസ്ഥാനത്തിൽ ദേശീയതയില്ലാത്ത, ദേശീയ ബോധമില്ലാത്ത, ദേശീയ ഐഡന്റിറ്റി ഇല്ലാത്ത, സ്വത്വമില്ലാത്ത ഒരു ഭാരതമെന്ന സങ്കല്പത്തെ തച്ചുടക്കാൻ ശ്രമിക്കുന്ന ഭാരതത്തിലെ ഇടതുപക്ഷം അടക്കമുള്ള പ്രതിപക്ഷത്തിൻ്റെയും സോറോസിൻ്റെയും സ്വപ്നം ഒന്നാണ്. സോറോസിന് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താണെന്ന് അറിയാൻ ഞാൻ പലരുമായി സംസാരിച്ചു. ഹിറ്റ്ലർ തുടങ്ങി ഇങ്ങോട്ടുള്ള പല ഏകാധിപതികളെയും പോലെ ഇതൊരു പ്രത്യേക മാനസികാവസ്ഥയായിരിക്കും എന്നാണ് ചില മുതിർന്നവർ എന്നോട് പറഞ്ഞത്. എന്തായാലും ജോർജിയ മെലോണി പണ്ട് പറഞ്ഞ വാക്കുകളാണ് വീണ്ടും ടൈംസ് ആൾജിബ്ര ഇപ്പോഴും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇപ്പോഴും റിലവൻ്റ് ആണ്, ഇപ്പോഴും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ വാക്കുകൾക്ക്. കാശ് കൊടുത്ത് കുടിയേറ്റം നടപ്പാക്കി രാഷ്ട്രത്തിൻ്റെ സമാധാനവും ശാന്തിയും സ്ഥിരതയും ദേശീയതയും ഐഡന്റിറ്റിയും നശിപ്പിക്കാനാണ് സോറോസ് ശ്രമിക്കുന്നതെങ്കിൽ യെസ്, ഞാൻ സോറോസിന്റെ ശത്രു തന്നെയാണ് എന്ന് ജോർജിയ മെലോണി ആവർത്തിച്ച് പറയുന്നു. അടുത്ത ഇത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു വളരെ വാർത്തയിൽ നിറഞ്ഞ വിവാദമായ സിനിമ റിലീസിനെ കുറിച്ചാണ്. ഭിക്കു മാത്രേ നമ്മളുടെ സോഷ്യൽ സ്കൂപ്പിൽ പലപ്പോഴും ഇടം പിടിക്കാറുള്ള ആളാണ്. മുംബൈ ഡോൺ. Netflix succumbs under public pressure, decides to add disclaimer with real names of all 5 Pakistani Islamist terrorists in web series IC-814. Kandahar ചിത്രീകരിക്കുന്ന IC-814 റിലീസ് ചെയ്തപ്പോൾ അതിൽ യഥാർത്ഥ തീവ്രവാദികളുടെ പേര് മറച്ചു വച്ചിരുന്നു. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഭാരത സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കടുത്ത സമ്മർദ്ദം നേരിട്ടതിനെ തുടർന്ന് ഡിസ്ക്ലെയിമർ എന്നുള്ള പേരിൽ വെച്ചിരുന്നത് മാത്രമല്ല അവരെ വെള്ള പൂശാനുള്ള ഒരു നീക്കം ആ സീരീസ് ആണ്. അവർ മാത്രമല്ല, ഏറ്റവും അധികം വെള്ള പൂശിയത് ISI ആയിരുന്നു. ISI ആയിരുന്നു ഇതിന് പിന്നിൽ എന്ന ആക്ഷേപം, ആരോപണം അങ്ങനെ നിലനിൽക്കെ ISIക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്നുള്ള മട്ടിൽ നെറ്റ്ഫ്ലിക്സ് ഇങ്ങനെ ഒരു പരമ്പര ഇറക്കിയെങ്കിൽ അതിൻ്റെ ഫണ്ടിങ് ആരാണ്, അതിന് പിന്നിൽ ആരാണ് എന്നുള്ളത് കൂടി അന്വേഷിക്കണം. ഇതിൻ്റെ നിർമ്മാതാക്കളെ കുറിച്ച് എന്തായാലും അത് പുറത്തുവിട്ട സ്ഥിതിക്ക് ആ പേരുകൾ കൂടി നമുക്ക് വായിച്ചു പോകാം. സണ്ണി അഹമ്മദ് ഖ്വാസി, ഷക്കീർ മിസ്ത്രി സഹൂർ ഇബ്രാഹിം, ഷാഹിദ് അക്തർ സയ്യിദ്, ഇബ്രാഹിം അത്താർ. ഈ 5 തീവ്രവാദികളുടെ പേരാണ് നെറ്റ്ഫ്ലിക്സ് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചതും ഭാരതത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പുറത്തുവിട്ടതും. അടുത്ത് നോക്കാം.
ഇതേ വാർത്ത തന്നെയാണ് ടൈംസ് ഓൾജിബ്ര നൽകിയിരിക്കുന്നത്. ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് നെറ്റ്ഫ്ലിക്സ് ബോസ് ഡൗൺ ആഫ്റ്റർ മാസീവ് ബാക്ക്ലാഷ് ഫ്രം ഹിന്ദുസ് ആൻഡ് സെൻറ്റർ ഗവൺമെന്റ് സമൻസ്. ഇതേ വാർത്ത അതായത് യഥാർത്ഥ പേരുകൾ കാണ്ഡഹാർ ഹൈജാക്കിന് പിന്നിലുള്ള യഥാർത്ഥ പേരുകൾ പുറത്തുവിടുന്നു, അത് പ്രഖ്യാപിക്കുന്നു എന്ന് മാത്രമല്ല ഡിസ്ക്ലെയിമർ ആയിട്ട് ദ കാണ്ഡഹാർ ഹൈജാക്ക് IC 814 ദ കാണ്ഡഹാർ ഹൈജാക്ക് എന്നുള്ള സീരീസിൽ ഈ കാരണം ഈ സീരീസിൽ നൽകിയിരുന്ന പേര് ഹിന്ദു പേരുകളായിരുന്നു. ഇത് റാഞ്ചിക്കൊണ്ട് പോയ അതായത് ഇസ്ലാമിക തീവ്രവാദികൾക്ക് പകരം ഹിന്ദു പേരുകൾ നൽകി അല്ലെ, ഭോല ശങ്കർ അല്ലെ. അതെ അതെ, മനഃപൂർവ്വമായ ഒരു ശ്രമമാണോ എന്നുള്ള ചോദ്യം അന്ന് മുതൽ തന്നെ ഉയർന്നിരുന്നു. വലിയ പ്രതിഷേധങ്ങൾ ഈ സീരീസിനെതിരായി അലയൊടിച്ചിരുന്നു ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ. ഒരിക്കൽ കൂടി ആ പേരുകൾ പറയുന്നു, ആ പേരുകൾക്ക് പ്രസക്തിയുണ്ട്. ഭോലയും ശങ്കറും ഒന്നുമല്ല ഈ കാണ്ഡഹാർ ഹൈജാക്കിന് പിന്നിൽ, വിമാനം തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ ഇബ്രാഹിം അത്തർ, സണ്ണി അഹമ്മദ് ഖ്വാസി, ജഹൂർ ഇബ്രാഹിം, ഷഹീദ് അക്തർ, സയ്യിദ് ഷക്കീർ എന്നിവരായിരുന്നു ആ തീവ്രവാദികൾ. ഗവൺമെന്റിന്റെ നിലപാട് കൂടി, കാരണം നോ വൺ ഹാസ് ദ റൈറ്റ് ടു പ്ലേ വിത്ത് ദ സെന്റിമെന്റ്സ് ഓഫ് ദ നേഷൻ. ദേശീയതയും ദേശീയ വികാരത്തെയും തൊട്ടു കളിക്കാൻ ഒരു ഫ്ലിക്സിനും അവകാശമില്ല എന്ന് സർക്കാർ ഉറക്കെ പറയുന്നു. അടുത്ത് നോക്കാം. ഇന്നലെ വന്ന ഒരു പ്രധാന വാർത്ത, ഒരുപക്ഷെ വൈകുന്നേരം മുതൽ മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു വാർത്തയ്ക്ക് മറുപടി. നിവിൻ പോളിക്കെതിരെ പീഡന കേസ്. പതിവ് പോലെ ഒരു ആരോപണം വരുന്നു, നിവിൻ പോളിയുടെ ചിത്രം വയ്ക്കുന്നു, പീഡന കേസ്. ആരോപണം വരുന്നു, മറ്റൊരു നടന്റെ പേര് വയ്ക്കുന്നു, പീഡന കേസ്. അതിനോട് പ്രതികരിച്ച രീതിയെ കുറിച്ചാണ് ഇത് അല്ലേ. റെസ്പോൺസ് ടു ദ അലിഗേഷൻ അഗൈൻസ്റ്റ് ഹിം, അതായത് അദ്ദേഹം തന്നെ നേരിട്ട് വന്നിരിക്കുന്നു നിവിൻ പോളി. അതെ, എൽട്ടൺ എന്നുള്ള എക്സ് ഹാൻഡിൽ നിന്നാണ്. റെസ്പോൺസ് ടു ദ അലിഗേഷൻസ് അഗൈൻസ്റ്റ് ഹിം, നിവിൻ പോളി. മാൻ ഈസ് 100% കോൺഫിഡന്റ് ദാറ്റ് ഹി ഈസ് ഇന്നസെന്റ്. സത്യമാണ്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് പറഞ്ഞിരുന്നു, ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി താനല്ല, ഇത് താൻ പ്രതിയല്ല, തനിക്കിതിൽ പങ്കില്ല, താൻ അറിയുക പോലും ഇല്ല എന്ന് അദ്ദേഹം ഉടൻ തന്നെ പറയാൻ തയ്യാറായി. അടുത്തതും ഇത് തന്നെ, ഇതേ വിഷയം തന്നെയാണ് അനു. ഉണ്ണി രാജേന്ദ്രന്റെ എക്സ്പോസ്റ്റ് ആണ്. Yes, the best thing Nivin Poli done is the immediate meeting with the press. He doesn't give any time for the maprash, for the long hours of discussion about him. അനു പറഞ്ഞ കാര്യം തന്നെയാണ്. ചിരിച്ചത് മാപ്ര എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതെ അതെ, ഞാൻ പറഞ്ഞതല്ല, അപ്പൊ എക്സ്പോസ്റ്റിൽ കണ്ടതാണ്. ഉണ്ണി രാജേന്ദ്രന്റെ നീണ്ട ചർച്ചകൾക്കൊന്നും നേരിട്ട് വന്നിരിക്കുന്നു, നേരിട്ട് ചോദ്യങ്ങൾ. ഈ ആരോപണം ഉയർന്നപ്പോൾ തന്നെ നിവിൻ പോൾ പറഞ്ഞത് 9:10 എന്നുള്ള സമയം അദ്ദേഹം നിശ്ചയിച്ചു. വാർത്താ സമ്മേളനം ഞാൻ നടത്താൻ തയ്യാറാണ്, എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ താൻ തയ്യാറാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ധൈര്യവാനായ ഒരു നടനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ ഇന്നലെ നിവിൻ പോളിയിൽ കണ്ടു. ശരി, അപ്പോൾ അടുത്തതാണ് ലാസ്റ്റ് എന്ന് തോന്നുന്നു. മാതൃഭൂമി.comന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് പങ്കുവച്ചിരിക്കുന്നത്. AVS എന്ന് പറയുന്ന ഹാൻഡിൽ ആണ്. ആ വാർത്ത ഞാൻ വായിക്കാം. ADGP അജിത് കുമാർ സ്വർണ്ണക്കടത്തിന്റെ തലവൻ, ദാവൂദാണ് റോൾ മോഡൽ, ആളെ കൊല്ലിച്ചു എന്ന PV അൻവറിന്റെ വാക്കുകൾ തലക്കെട്ടായി മാതൃഭൂമി നൽകുമ്പോൾ നമ്മൾ നേരത്തെ നടത്തിയ ചർച്ചയിലേക്ക് വീണ്ടും ഇതെത്തി നിൽക്കുന്നു. AVS പ്രകാരമാണ് പറഞ്ഞത്, അൻവർ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് നോക്കണ്ട എന്നുള്ളതാണ്. ശരി, റൈറ്റ്. അപ്പോൾ സോഷ്യൽ സ്കൂപ്പിന്റെ സമയം കഴിഞ്ഞു. ഇനി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു പ്രസക്തമായ വിഷയം, കാരണം നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഒരു വിഷയത്തിലേക്ക് വീണ്ടും എത്തുകയാണ് അല്ലെ. പുത്തൻപുലരിയുടെ അവസാന മിനിറ്റുകളിലേക്ക് കടക്കുമ്പോൾ, അവസാന അരമണിക്കൂറിലേക്ക് കടക്കുമ്പോൾ തുടങ്ങിയിടത്തേക്ക് വീണ്ടും എത്തുന്നു. സിനിമാ രംഗത്തെ മയക്കുമരുന്ന് സ്വാധീനം, മാഫിയ, അതേക്കുറിച്ചുള്ള അന്വേഷണം എങ്ങോട്ടേക്ക് എന്നുള്ളതാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം. ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ച അതേ വിഷയം നമ്മൾ അതിഥിയിലേക്ക് വേഗത്തിലെത്തുകയാണ്. യുവമോർച്ച എറണാകുളം ജില്ലാ പ്രസിഡന്റ് ശ്രീ വൈശാഖ് രവീന്ദ്രനാണ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വൈശാഖ്, എങ്ങനെയാണ് വാർത്തകൾ നിറയുന്നത്? എന്തുകൊണ്ടാണ് പുത്തൻപുലരിയിൽ അതിഥിയായത് എന്നുകൂടി പറയണ്ടേ? അതെ, തീർച്ചയായും. കാരണം നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഇന്നത്തെ പുത്തൻപുലരിയിൽ തുടങ്ങിയ വിഷയം തന്നെ അത് തന്നെയായിരുന്നു. കാരണം മലയാള സിനിമയിലെ മയക്കുമരുന്ന് മാഫിയയുടെ സ്വാധീനം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് ഏറ്റവും പ്രധാനമായും 2 പേരുകൾ, റീമ കല്ലിങ്കൽ, ആഷിഖ് അബു എന്നിവരിലേക്ക് എത്തി നിൽക്കുന്നു. അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇതിന് പിന്നിലെന്നുള്ള ആരോപണം പരസ്യമായി പലരും ഉന്നയിച്ചു. അവർ അതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ഭാഗം. പകരം ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ അന്വേഷണ സംഘത്തിന് പരാതി കൊടുക്കുന്നു. അതും വലിയ വാർത്തയാക്കുന്നു. പക്ഷേ ഇത് അന്വേഷിക്കണമെന്ന് കൃത്യമായി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത് യുവമോർച്ചയാണ്. എന്തായാലും ശ്രീ വൈശാഖ് രവീന്ദ്രനോട് തന്നെ ആ പരാതിയുടെ വിശദാംശങ്ങൾ നമുക്ക് അന്വേഷിക്കാം. പരാതി എന്തായിരുന്നു? വൈശാഖ് രവീന്ദ്രൻ, നമസ്തേ, സ്വാഗതം ജനം TV-യിലേക്ക്, സ്വാഗതം പുത്തൻപുലരിയിലേക്ക്. വൈശാഖിന്റെ പരാതി എന്തായിരുന്നു? അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എന്തായിരുന്നു പോലീസിന്റെ പ്രതികരണം?
പരാതി തികച്ചും എല്ലാവർക്കും അറിയാലോ. കഴിഞ്ഞ ദിവസം ഗായിക സുചിത്ര ഒരു വെളിപ്പെടുത്തൽ നടത്തിയായിരുന്നു. അത് ശരിക്കും പറഞ്ഞ സിനിമാ മേഖലയിലും അതേപോലെ കലാ സാംസ്കാരിക മേഖലയും മാത്രമല്ല, കേരള സമൂഹത്തെ, പൊതുജനങ്ങളെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു. ഇവരുടെ ഈ പറഞ്ഞ സംവിധായകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അടങ്ങുന്നവർ ഇദ്ദേഹത്തെ അവരുടെ ഫ്ലാറ്റിലേക്ക് യുവതികളെ വിളിക്കുന്നു, പാർട്ടി നടത്തുന്നു, ഡ്രഗ്സ് പാർട്ടി. അതായത് ഈ വരുന്ന യുവതികൾക്ക് ചോക്ലേറ്റിലും മറ്റും ഒക്കെ മയക്കുമരുന്ന് കലർത്തി കൊടുക്കുന്നു, അവരെ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. അത് വളരെ ഭീകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വാർത്തയായിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയത്. നമ്മൾ ഡെപ്യൂട്ടി കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. അപ്പോൾ പരാതി നൽകിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഇരയായിട്ടുള്ള ആരും തന്നെ ഒരു മൊഴി നൽകിയിട്ടില്ല, പരാതി നൽകിയിട്ടില്ല, അതുകൊണ്ട് ഇത് കേസെടുക്കാൻ സാധിക്കില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ വന്ന സ്ഥിതിക്ക് പോലീസിന് സ്വമേധയാ ഇത് അന്വേഷിക്കാം, അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതായത് യുവമോർച്ച പറയാനും ഇത് ഇറങ്ങാനുമുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ, ഈ ദമ്പതികൾ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കലൂര് നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിൽ നിരവധി, അതായത് അണ്ടർ ഏജ് ആയിട്ടുള്ളവരുമുണ്ട്, മുകളിലുള്ള ആളുകളൊക്കെ, കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവിടെ വരുന്ന കുട്ടികളെ വരെ ഇത്തരത്തിലുള്ള ഡ്രഗ്സ് കൊടുത്ത് ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വരെ നമുക്ക് സംശയമുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഡൗട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അതിലൊരു അന്വേഷണം വേണമെന്നും നടപടി വേണമെന്നാണ് ഞങ്ങൾ ഡെപ്യൂട്ടി കമ്മീഷണർ അടുത്ത് പറഞ്ഞത്. അതിൻ്റെ ഗൗരവം അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ തന്നെ അദ്ദേഹം സിറ്റി AC-ക്ക് അതിൻ്റെ ചാർജ് കൊടുത്ത് ഇതിന് അന്വേഷണം ഉത്തരവ് കൊടുത്തിട്ടുണ്ട് നിലവിൽ. തീർച്ചയായും ഗുരുതര ആരോപണമാണ് താങ്കൾ ഉന്നയിക്കുന്നത്. ശ്രീ വൈശാഖ്, ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തിന് എന്നതാണ് പ്രസക്തമായ ചോദ്യം. താങ്കൾ തന്നെ ആദ്യം സൂചിപ്പിച്ചിരുന്നു, കാരണം ഈ ആരും ഇരയായി വന്ന് പരാതി നൽകിയിട്ടില്ല, എങ്കിൽ മാത്രമേ അന്വേഷിക്കാൻ കഴിയൂ എന്ന് മാധ്യമങ്ങൾ പോലും ആരാഞ്ഞപ്പോൾ പോലീസ് അപ്രകാരം തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് പല സെറ്റുകളിൽ നിന്നും നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ടിരുന്നു. നടന്മാർ ചിലരെങ്കിലും അത് പരസ്യമായി പറയാൻ തയ്യാറായിരുന്നു. ചില അറസ്റ്റുകൾ ഉണ്ടായി. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെയാണ് വൈശാഖിന്റെ ഇടപെടൽ, യുവമോർച്ചയുടെ ഇടപെടൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഒരു യുവജന സംഘടന ഇടപെടേണ്ടത് എന്തിലാണ് എന്നുള്ളത്. അത് ബസ്സിന് കല്ലെറിയുന്നതിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ദേഹത്ത് കരിയാവിൽ ഒഴിക്കുന്നതിലോ അല്ലെങ്കിൽ അധ്യാപകർക്കും പ്രിൻസിപ്പലിനോ ഒക്കെ ശവകുടീരം തീർക്കുന്നതിലോ അല്ലെങ്കിൽ കസേര കത്തിക്കുന്നതിലോ അല്ല. യുവജന സംഘടനയുടെ ഇടപെടൽ വേണ്ടത് ഇത്തരം പ്രവണതകൾക്കെതിരെ ഇവരെ റോൾ മോഡലായി കാണുന്ന, ഇവരെ ആവേശത്തോടു കൂടി ആരാധിക്കുന്ന യുവനിരയ്ക്ക് ഇവർ നൽകുന്ന സന്ദേശം എന്താണ്? ഇതൊക്കെ സ്വാഭാവികമാണ്. അതായത് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ, സ്ക്രിപ്റ്റ് എഴുതണമെങ്കിൽ ഒന്നുകിൽ കഞ്ചാവ് വേണം, അല്ലെങ്കിൽ മയക്കുമരുന്ന് വേണം. ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്. ഇതൊരു വൈബാണ്, ഇതൊരു ഇൻസ്റ്റാ ജനറേഷൻ്റെ രീതിയാണ് എന്നുള്ള ധാരണയുണ്ടാക്കി ഒരു തലമുറയെ ഒന്നടങ്കം നശിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുന്നവർ, അതിൽ നിന്ന് ഇവരാരും ഇത് ഉപയോഗിക്കുന്നതായി നമുക്കറിയില്ല, അതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘത്തിൻ്റെ സ്വാധീനം മലയാള സിനിമയിലുണ്ടെങ്കിൽ അത് കണ്ടെത്തണം, അത് വേരോടെ പിഴുതെറിയണം. അവിടെയാണ് വൈശാഖിൻ്റെ ഇടപെടലിലെ പ്രസക്തി എന്ന് എനിക്ക് തോന്നുന്നു. വൈശാഖ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ നോക്കൂ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുന്നു. അതിൽ ഭൂരിഭാഗം, അത് പ്രധാനമായിട്ട് പറയുന്നുണ്ട് ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഡ്രഗ്സിൻ്റെ വ്യാപനത്തെ കുറിച്ചിട്ട്. ഈ കുറച്ച് നാൾ മുമ്പ് തന്നെ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ടിനി ടോം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഈ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഡ്രഗ്സിൻ്റെ വിഷയം, ഒരു യുവനടൻ ഇതിൻ്റെ ഉപയോഗ കൂടുതൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പല്ല് കൊഴിഞ്ഞു പോയി മറ്റുമൊക്കെ. അപ്പോൾ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം, ഈ ആഷിഖ് അബു, ഈ സംവിധായകൻ്റെ ഒരു പടം, ആ സെറ്റിൽ തീർച്ചയായിട്ടും ഡ്രഗ്സ് ഉപയോഗം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇതിൽ കുറച്ച് നാൾ മുമ്പ് ഇതിൻ്റെ അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാം അറിയാം. പക്ഷേ ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ട് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ, ഇപ്പോൾ പേര് തന്നെ പറയാം, നിവിൻ പോളിക്കെതിരെ ഒരു ആരോപണം വന്നു. ഉടനെ തന്നെ ഞാൻ കണ്ടു എല്ലാ ന്യൂസിലും, അതായത് മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം അതിൻ്റെ ഫ്ലാഷ് വന്നു, അതിൻ്റെ ചർച്ച വരുന്നു, എല്ലാ പത്രങ്ങളിലും അതിൻ്റെ വാർത്ത വന്നിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം തന്നെ അതായത് ഞങ്ങൾ പരാതി നൽകിയിട്ടുള്ള ഈ സംവിധായകൻ്റെ ഭാര്യ ആള് തന്നെ പറയുന്നുണ്ട്, ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന്. ഇതൊരു എന്താ പറയുക, ഒരു സംവിധാനമാണ്. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാണ്. ശരിക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പോലെ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്.
ആരാണ് പവർ എന്ന് ഇപ്പോൾ കേരളത്തിലെ ജനതകൾക്ക് മനസ്സിലായി. കാര്യം ഈ ഒരു ആരോപണം, ഗുരുതരമായിട്ടുള്ള ആരോപണം വെളിപ്പെടുത്തൽ വന്നിട്ട് അവർക്കെതിരെ ഒരു വാർത്ത വരുന്നില്ല, ഒരു ചർച്ച വരുന്നില്ല. ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം, അങ്ങനെ തന്നെ പറയാം, അത്ര വലിയൊരു ആരോപണം വന്നിട്ട് ഒരു വാർത്ത വരുന്നില്ല, ചർച്ച വരുന്നില്ല, ഒരു മീഡിയ, അതായത് മുഖ്യധാര മീഡിയ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ എവിടെയാണ് പവർ? പവർ ഇവിടെ തന്നെയാണ്. അതായത് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ്, അതാണ് പവർ ഗ്രൂപ്പ്. പവർ ഗ്രൂപ്പ് എന്നല്ല, ഡ്രഗ്സ് ഗ്രൂപ്പ് എന്ന് തന്നെ പറയണം. ഇവിടെയാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർ ഒരു നിസാരമായിട്ടുള്ള ഒരു സംവിധാനമല്ല, വളരെ ശക്തമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്യാത്തത്. ശരി, വൈശാഖിലേക്ക് വരാം. രണ്ട് പ്രസക്തമായ പോയിന്റ്സ് വൈശാഖ് പറഞ്ഞു. ഒന്ന്, പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് മാത്രമാണ് ഹേമ കമ്മിറ്റി പറഞ്ഞത്. പക്ഷെ അത് വ്യാഖ്യാനിച്ചത് മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ മോഹൻലാൽ അടക്കമുള്ള മോഹൻലാലിന്റെ സുഹൃത്തുക്കൾ ചേർന്നുള്ളതാണോ, അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും നേതൃത്വം അങ്ങ് തീരുമാനിച്ച പോലെ ചിത്രം വെച്ചു പവർ ഗ്രൂപ്പ്. പെട്ടെന്ന് തന്നെ ഈ പ്രമുഖർക്കെതിരെ, അമ്മയുടെ നേതൃത്വത്തിലിരുന്നവർക്കെതിരെ തുരുതുര ഇങ്ങനെ വിരലുകൾ ചൂണ്ടുന്നു, തെളിഞ്ഞ ആരോപണം വരുന്നു, നേരെ ആക്ഷേപം വരുന്നു, പരാതികൾ വരുന്നു, ഒളിയിൽ അണിയറ നീക്കങ്ങൾ നടത്തുന്നു, അടുത്ത് വരാൻ പോകുന്നു എന്നുള്ള ഭീഷണി ഉയരുന്നു. ഇതിനെല്ലാം ശേഷമാണ് ഓരോരുത്തരായി പലരെയും ഫോണിൽ കൃത്യമായ സ്ക്രിപ്റ്റ് പെട്ടെന്ന് പവർ ഗ്രൂപ്പ് ആരാണെന്ന് വിളിച്ചു പറയാൻ ശ്രമിച്ചവർ ഈ കൃത്യമായ ഉത്സവപ്പറമ്പിലെ പോക്കറ്റടി പോലെയാണ്. ബഹളം വയ്ക്കുന്നു, പോക്കറ്റ് അടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതിൽ പവർ ഗ്രൂപ്പ് എന്നല്ല പറയേണ്ടത്, വൈശാഖിന്റെ ഒബ്സർവേഷൻ ഡ്രഗ്സ് ഗ്രൂപ്പ് എന്നാണ്. ഇനി ഒരു സിനിമയുടെ പേര് വിളിച്ചു പറയാം, ഇടുക്കി ഗോൾഡ്. എന്തായിരുന്നു ഇടുക്കി ഗോൾഡ്? ഉദാത്തമായ സിനിമ എന്ന് പല അഭിനവ ഇന്റലക്ച്വൽസും വാഴ്ത്തിപ്പാടി ഇടുക്കി ഗോൾഡ് അക്ഷരാർത്ഥത്തിൽ മയക്കുമരുന്ന്, കഞ്ചാവ് ഉപയോഗിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമ തന്നെയായിരുന്നു. അത് വിളിച്ചു പറയാൻ എന്തിനു മടിക്കണം? സിനിമ കൃത്യമായി എഴുതാൻ അത് കഞ്ചാവ് വഴി, മയക്കുമരുന്ന് വഴി ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. വളരെ പ്രതിഭയുള്ള ഇഷ്ടം പോലെ പേർ സറ്റയർ തുടങ്ങി ട്രാജഡി വരെ എഴുതി ഫലിപ്പിച്ച ഈ നാട്ടിൽ ഇനി ഒരു സിനിമയ്ക്ക് തിരക്കഥയുണ്ടാക്കാൻ ഇമാതിരി ഒരു അഭ്യാസം കാട്ടണം എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഗതികേട് തന്നെയാണ്. വൈശാഖിലേക്ക് തന്നെ പോവാം. അതെ, തീർച്ചയായിട്ടും. ഇത് ശരിക്കും യുവതലമുറയെ വളരെ വലിയ രീതിയിൽ വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും യുവതലമുറയാണ്. യുവമോർച്ച ഇതിൽ പ്രതിഷേധിക്കുന്നതും ഞങ്ങൾ ഇതിനെതിരെ പരാതിയായിട്ട് വരാനുള്ള കാരണവും ഈ വിഷയം കൊണ്ട് തന്നെയാണ്. ഒരിക്കലും യുവതലമുറ, നമ്മുടെ ഭാവി തലമുറയെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരു രീതിയിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് യുവമോർച്ച ഈ പരാതിയായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. തീർച്ചയായും ശ്രീ വൈശാഖ് രവീന്ദ്രൻ നമ്മളോടൊപ്പം സമയം ചെലവഴിച്ചതിനും ഇത്ര കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും വളരെയധികം നന്ദി. കാരണം വ്യക്തത വരുത്തിയതിന്. ഈ പോരാട്ടത്തിൽ ജനം TV-യും യുവമോർച്ചയ്ക്കൊപ്പം ഉണ്ടാകും എന്ന അഭിമാനപൂർവ്വം ഞങ്ങൾ പറയുകയാണ്. കാരണം ഈ വിഷയം തുടങ്ങിയപ്പോൾ പ്രേക്ഷകർ നമ്മളോട് പല വിധത്തിൽ സന്ദേശങ്ങളും അയക്കുകയാണ്, അവരുടെ ആശങ്കകൾ കൂടി പങ്കുവെച്ചുകൊണ്ട്. അതുകൊണ്ട് ഈ പോരാട്ടം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. വളരെ സീരിയസ് ആയിട്ടുള്ള വാർത്തകളായിരുന്നു ഇതുവരെ പുത്തൻ കൈകാര്യം ചെയ്തിരുന്നത്. നമുക്ക് അതിൽ നിന്നൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ട് മറ്റ് വിശേഷങ്ങൾ കൂടി നോക്കാം. എന്തായാലും ഓണം അടുത്തിരിക്കുകയാണ്. പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും. വയനാട്ടിൽ ചെണ്ടുമല്ലി പൂക്കൾ കൃഷി ചെയ്ത് വിളവെടുക്കാൻ ഒരുങ്ങുകയാണ് 4 യുവ കർഷകർ. വയനാട് അമ്പലവയലിലെ 2 ഏക്കർ ഭൂമിയിലാണ് ഇവർ ചെണ്ടുമല്ലി പൂക്കൾ വിളയിച്ചെടുത്തത്. പൂക്കൾ കാണാൻ മാത്രം നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. വയനാട്ടിലേക്കാണ് കാഴ്ചകൾ കാണാം. ഓണമായാൽ വയനാട്ടുകാർക്ക് പൂക്കൾ കിട്ടണമെങ്കിൽ കർണാടകയിൽ നിന്ന് എത്തണം, അല്ലായെങ്കിൽ കർണാടകയിൽ പോയി പൂക്കൾ വാങ്ങണം. എന്നാൽ വയനാട്ടിലെ മണ്ണിലും പൂക്കൾ കൃഷി ചെയ്യാമെന്ന് തെളിയിക്കുകയാണ് ഈ യുവ കർഷകർ. 2 നിറത്തിലുള്ള ചെണ്ടുമല്ലികളാണ് ഇവിടെ വിളയിച്ചെടുത്തത്. ചെണ്ടുമല്ലിപ്പൂക്കൾക്ക് പുറമെ വാടാർമല്ലിയും വിളയിച്ചെടുത്തിട്ടുണ്ട്. നിരവധി പേരാണ് പൂക്കൾ കാണാനും ഫോട്ടോ എടുക്കുവാനും പ്രദേശത്തേക്ക് എത്തുന്നത്. ഞങ്ങളെല്ലാവരും പൂ കാണാൻ വന്നതാണ്.
ഞങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ ഗുണ്ടൽപേട്ടയിലൊക്കെ പോയിട്ടായിരുന്നു ഇങ്ങനെ പൂക്കൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ അടുത്ത് വിളമ്പേണ്ടത്ത് ഇങ്ങനെ വന്നപ്പോൾ കാണാൻ വന്നതാണ്. ഒരുപാട് നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറേ ഫോട്ടോയൊക്കെ എടുത്തു എല്ലാവരും. ദുരന്തം അത് നമ്മുടെ ഈ ഭാഗത്തോട്ടും ഒക്കെ ഉണ്ടായിരുന്നു, വെള്ളം കയറിയിട്ടൊക്കെ ഫുള്ള്. ഇവിടെയും അത് അത്യാവശ്യം ബാധിച്ച, ഉരുള് കിട്ടിയിട്ടല്ല, വെള്ളം കയറിയുണ്ട്. ഇവിടെയാണെങ്കിലും താഴെ കുറെ പൂക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ തന്നെയുള്ള ആളുകളാണ്. കൃഷി വിജയകരമായെങ്കിലും ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ തുടർന്ന് വയനാട്ടിൽ ഓണാഘോഷ പരിപാടികൾ ചുരുക്കിയത് ഇവർക്ക് തിരിച്ചടിയായി. പൂക്കൾക്ക് വിപണി കിട്ടുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ഇതിനൊക്കെ നമുക്കിപ്പോൾ സാമ്പത്തികമാണ്. നമുക്കിപ്പോൾ ഈ പ്രാവശ്യം ഒരു ഓണവിപണി ഇല്ല. ഓണവിപണി കണ്ടിട്ടാണ് നമ്മൾ ചെയ്തത്. അന്നേരം പിന്നെ വയനാട്ടിൽ ഓണാഘോഷം നമ്മളെ ദുരന്തം അറിയാലോ, അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് ഓണാഘോഷം വലിങ്ങനെ ഇല്ല എന്നാണ് ഉള്ളത്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്കിത് വിറ്റ് ആയാലാണ് നമ്മളെ സാമ്പത്തികം, അങ്ങനെ അത്രയും പൈസ മുടക്കുന്നുണ്ട് ഞങ്ങൾക്ക്. ഏകദേശം 1.5 ലക്ഷം മുതൽ മുടക്കിയാണ് BJP ജില്ലാ സെക്രട്ടറി കൂടിയായ അഖിൽ പ്രേം, അനിൽകുമാർ, TN പ്രശാന്ത്, ജെയ്സൺ എന്നിവർ ചേർന്നാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ഇറക്കിയത്. 2.5 ഏക്കറോളം വരുന്ന പൂപ്പാടം ഒരുക്കിയതിന് 1.5 ലക്ഷത്തിലധികം രൂപയാണ് ചെലവ്. ഓണം എടുക്കുന്നതോടെ വിപണി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ജനം, വയനാട്. ഒരു അതിജീവനത്തിന്റെ പാതയിൽ നിൽക്കുന്ന വയനാട്ടിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ വരുമ്പോൾ അതിന് ഇരട്ടി മധുരവും സന്തോഷമാണ്. അത് ഞാൻ ഓർത്തില്ല. അത് സത്യമാണ്. എന്തായാലും നമുക്ക് കോട്ടയത്തേക്ക് ഇനി പോവാം. കാരണം മീനച്ചിലിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പൂക്കൃഷി ഹിറ്റായിരിക്കുകയാണ്. അവിടെ 25ഓളം തൊഴിലുറപ്പ് തൊഴിലാളികൾ ചേർന്ന് ആരംഭിച്ച ഇതുതന്നെയാണ് ചെണ്ടുമല്ലി കൃഷി. അതോടൊപ്പം തന്നെ 65 കിലോയോളം പൂ വിൽപ്പന കൂടി നടത്തിയിട്ടുണ്ട്. റീൽസിനും ഫോട്ടോഷൂട്ടിനും സേവ് ദ ഡേറ്റ് ചിത്രീകരണം ഒക്കെ ആയിട്ട് ഇവിടെ ആകെ തിരക്കാണ്. നമുക്ക് കാണാം. കോട്ടയം മീനച്ചിൽ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇത്തവണ തൊഴിൽ പ്രവൃത്തിക്ക് ഒരു വ്യത്യസ്തത പിടിച്ചു. ഇത്തവണ പൂക്കൃഷിയാകാം. 25ലധികം തൊഴിലാളികൾ ഒത്തുചേർന്നു. ഇതിൽ 35 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ളവരുണ്ട് ഈ ഗ്രൂപ്പിൽ. 1250 ചുവട് ചെണ്ടുമല്ലികൾ കഴിഞ്ഞ ജൂണിലാണ് നട്ടത്. ഒരാഴ്ച മുമ്പ് മുതൽ ചെടികളിൽ പൂക്കൾ വിടർന്നു തുടങ്ങി. പൂക്കൃഷി ഹിറ്റായി. ഇതിനോടകം 65 കിലോ പൂക്കൾ തൊഴിലാളികൾ വിൽപ്പന നടത്തി. മീനച്ചിൽ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണമാണ് വിജയരഹസ്യം. വിപണി വിലയേക്കാൾ വളരെ വില കുറച്ചാണ് ഇവർ പൂക്കൾ വിൽക്കുന്നത്. പക്ഷേ ഇത് ഞങ്ങളുടെ ഒരു 10-26 പേരുടെ പ്രയത്നമാണ് ഇത്രയും ഭംഗിയായിട്ട് ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. അവരുടെ നല്ല സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. പഞ്ചായത്തിലെ നല്ല സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ തൊഴിലുറപ്പിലെ അനിത മേഡവും ഞങ്ങളുടെ സാറും പ്രസിഡൻറ്റും എല്ലാവരും കൂടെ കൂടിയാണ് ഞങ്ങൾക്ക് ഇത്ര, പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ പ്രയത്നമാണ് ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ആയി. ഈ സംരംഭം ഞങ്ങൾക്ക് വിജയിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് നല്ല രീതിയിലാണ്. അവരുടെ സപ്പോർട്ടും നല്ലൊരു കൃഷിഭവനിലെ സാറിൻ്റെ സപ്പോർട്ട് എല്ലാം ഉണ്ട്. ഇതിനു പുറമെ റീൽസിനും ഫോട്ടോഷൂട്ടിനും സേവ് ദ ഡേറ്റ് ചിത്രീകരണവുമൊക്കെ പൂന്തോട്ടത്തിൽ നടക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പൂക്കൃഷി സംരംഭത്തിലെ ആദ്യ പൂന്തോട്ടമാണ് ഇത്. ജനം, കോട്ടയം. വാർത്തയും ജീവിതവും അങ്ങനെയാണ്. മനോഹരമായ പൂ കാഴ്ചയിൽ നിന്നൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. അതിലേക്ക് പെട്ടെന്ന് ഒന്ന് പോകാം. യുക്രൈനിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 51 പേർ മരിച്ചതായി വോളോഡിമിർ സെലൻസ്കി പറയുന്നു. പോൾട്ടോവയിലെ സൈനിക പരിശീലന കേന്ദ്രവും തൊട്ടടുത്തുള്ള ആശുപത്രിയും ആക്രമണത്തിൽ തകർന്നു. കൊല്ലപ്പെട്ടവരിൽ സൈനികരും ഉൾപ്പെടുന്നതായി യുക്രൈൻ പ്രസിഡന്റ് പറയുന്നു. ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പും സെലൻസി നൽകുന്നുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളും ഒക്കെയായി ഐസൻ ജോസ് ചേരും. ലൈവ് റിപ്പോർട്ടിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ കാണാം. കാരണം പുത്തൻപുലരിയുടെ സമയം ഇവിടെ കഴിയുന്നു. ഇതില്ലെങ്കിൽ 9 മണിയുടെ ലൈവ് റിപ്പോർട്ട് കൃത്യസമയത്ത് തുടങ്ങാൻ കഴിയില്ല. നമ്മളോട് നമസ്തയും സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ച അതേ പ്രേക്ഷകർ തന്നെ പറയും കൃത്യനിഷ്ഠ വേണം, സമയം നോക്കണം എന്ന്. അല്ലേ? സംഭവബഹുലമായിരുന്നു പുത്തൻപുലരി. അതെ. പക്ഷേ ഈ പുത്തൻപുലരിയിൽ നമ്മൾ പറഞ്ഞ പല വിഷയങ്ങളുണ്ട്. അത് ഗൗരവമായി കേരള സമൂഹം ഇനിയും തുടർന്നും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ. അത് വരും മണിക്കൂറുകളിലും ജനം TV-യിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുണ്ടാവും, ഫോളോ അപ്പ് ഉണ്ടാകും. തുടർന്നും കാണുക. എന്തായാലും പുത്തൻപുലരി ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നമസ്തേ. നമസ്തേ.